നമസ്കാരം സുഹൃത്തുക്കളെ, ഇൻഡയറക്റ്റ് ടാക്സേഷൻ്റെ 4ാമത് ലെക്ചർ വീഡിയോ ആണിത്. അപ്പോൾ ഇതിനു മുമ്പുള്ള 3 വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക. ആ 3 വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ടാണ് നമ്മൾ ഈ ബാക്കി ഇന്നത്തെ ടോപ്പിക്ക് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യമേ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് അടിക്കാം. എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? മെയിനായിട്ട് 3 ഡെഫിനിഷൻസും അതിനെപ്പറ്റിയുള്ള 3 കാര്യങ്ങളുമാണ് നമ്മൾ പഠിച്ചത് അല്ലേ. എന്തായിരുന്നു ആ 3 ഡെഫിനിഷൻസ്? അതായത് ടാക്സബിൾ ഇവൻറ്റ് അല്ലേ, ജി എസ് ടിയിലെ ടാക്സബിൾ ഇവൻറ്റ് ഏതാണെന്നാണ് നമ്മൾ ആദ്യമേ ചർച്ച ചെയ്തത്. ഏതൊക്കെയായിരുന്നു അത്? ഗുഡ്സ്, സപ്ലൈ, സർവീസ്. ഈ 3 ഐറ്റംസ് അല്ലേ, ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലൈ നടക്കുമ്പോഴാണ് നമ്മൾ ജി എസ് ടിയുടെ ടാക്സബിൾ ഇവൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 സാധനം കിട്ടി, ഗുഡ്സ് കിട്ടി, സപ്ലൈ കിട്ടി, സർവീസ്. ഈ 3ൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ലെക്ചർ വീഡിയോയിൽ പഠിച്ചു അല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് അടിക്കാം. ഗുഡ്സ് എന്താണ്? ഗുഡ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 252. അത് പ്രകാരം ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ തരത്തിലുള്ള മൂവബിൾ പ്രോപ്പർട്ടീസ് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഗുഡ്സ് എന്ന് വിളിക്കാം. പക്ഷേ അതിൽ എന്തൊക്കെ വരാൻ പാടില്ല? മണി ആൻഡ് സെക്യൂരിറ്റീസ് നമ്മളതിൽ വരാൻ പാടില്ല. പക്ഷേ എന്തൊക്കെ വരാം? ആക്ഷനബിൾ ക്ലെയിം വരാം. അതായത് ബെറ്റിങ്, ഗാംബ്ലിങ്, ലോട്ടറി. ഈ 3 കാര്യങ്ങൾ, അതായത് ഇങ്ങനെയുള്ള ആക്ഷനബിൾ ക്ലെയിംസ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്ന ഡെഫിനിഷനകത്ത് ഉൾക്കൊണ്ടിരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട്? നമ്മുടെ ക്രോപ്സ്, പിന്നെ ഗ്രാസ്, ടിമ്പർ, ഇങ്ങനെയുള്ള എർത്തുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ എന്തിനകത്ത് വരാം? ഗുഡ്സ് എന്ന് പറയുന്ന ഈ ഡെഫിനിഷനകത്ത് വരാം. ഇനി സർവീസ് എന്താണെന്ന് നമ്മൾ നോക്കി. സർവീസിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ 252 ആയിരുന്നു. 52ൻ്റെ 5ൻ്റെ ഇരട്ടി 10. അപ്പം 102. സെക്ഷൻ 202 അല്ലെങ്കിൽ 102 ആണ് സർവീസിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അത് പ്രകാരം സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാത്തിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? സർവീസ് എന്ന് വിളിക്കാം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ ഗുഡ്സ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാ സാധനങ്ങളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? സർവീസ് എന്ന് വിളിക്കാം. പക്ഷേ അതിലും എന്ത് വരാൻ പാടില്ല? മണിയും സെക്യൂരിറ്റീസും വരാൻ പാടില്ല. മണിയും സെക്യൂരിറ്റീസും അവിടെയും എന്ത് ചെയ്യാൻ പാടില്ല? വരാൻ പാടില്ല. പിന്നെ നമ്മൾ പറഞ്ഞു മണിയായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, യൂസ് ഓഫ് മണി, അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഷെയർ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇതെല്ലാം നമുക്ക് എന്തിനകത്ത് വരാമെന്ന് പറഞ്ഞു? സർവീസ് എന്ന് പറഞ്ഞ ഡെഫിനിഷനുള്ളിൽ വരുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി സപ്ലൈ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള കാര്യമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ പറയുന്ന ഐറ്റംസ് ഒക്കെ ആയിരുന്നു. സെയിൽ, ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, റെൻറ്റ്, ലീസ്, ഡിസ്പോസൽ, ഈ ഐറ്റംസ് ഒക്കെ ആയിരുന്നു. അത് ഒന്നെങ്കിൽ ഓൾറെഡി അണ്ടർടേക്ക് ചെയ്തിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എഗ്രി ടു ബി മെയ്ഡ്. അത് നമ്മൾ ചെയ്യാതെ എഗ്രി ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തിനു വേണ്ടിയിട്ട്? ഫോർ കൺസിഡറേഷൻ. നമുക്കൊരു കുറച്ച് കൺസിഡറേഷന് വേണ്ടി, ഒരു മണി വാല്യൂവിന് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിഫലത്തിന് വേണ്ടിയിട്ട്. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമ്മുടെ ഫർദറൻസ് ഓഫ് ബിസിനസ്, അതായത് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് 7(1)ൻ്റെ ക്ലോസ് എ പ്രകാരമുള്ള സർവീസാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിൻ്റെ ക്ലോസ് ബി രണ്ടാമത് പറയുന്നത് എന്താണ്? ഇമ്പോർട്ട് ഓഫ് സർവീസ്. അതായത് നമ്മൾ പുറം രാജ്യത്ത് നിന്ന്, അതായത് ഇപ്പോൾ ഇന്ത്യക്കകത്തല്ലാതെ വേറെ എവിടെയെങ്കിലും നമ്മൾ ഒരു സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കൺസിഡറേഷനോട് കൂടി അത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ പോലും അതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? സർവീസായിട്ട് കണക്കാക്കിയിരിക്കണം. കൂടാതെ എന്തിൽ ടാക്സ് ചെയ്തിരിക്കണം? റിവേഴ്സ് ചാർജിൽ ടാക്സ് ചെയ്തിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ എന്താണ്? ഷെഡ്യൂൾ 1 കുറേ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ആ ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്ന ഐറ്റംസിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അല്ലേ, കൺസിഡറേഷൻ ഇല്ലാത്ത കുറേ ഐറ്റംസ് ഷെഡ്യൂൾ 1 പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ അതിനെ എന്തായിട്ട് എടുക്കണം? ഒരു സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഷെഡ്യൂൾ 2 പറ്റി പറഞ്ഞു അല്ലേ. ഷെഡ്യൂൾ 2 എന്താണ്? നമ്മൾ സപ്ലൈ ആണെന്ന് പറഞ്ഞു. ഇനി ആ സപ്ലൈ എന്ന് പറയുന്നത് ഫോർ ഗുഡ്സ്, അത് ഗുഡ്സിൻ്റെ ആണോ അതോ സർവീസ്? സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ അതോ സപ്ലൈ ഓഫ് സർവീസ് ആണോ എന്ന് നമ്മൾ ഷെഡ്യൂൾ 2 ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഷെഡ്യൂൾ 3 സപ്ലൈ ആയിട്ട് ഒരിക്കലും കണക്കാക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അല്ലേ. ഈ ഷെഡ്യൂൾ 3 പറയുന്ന ഐറ്റംസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നെഗറ്റീവ് ലിസ്റ്റ് എന്ന് വിളിക്കാം. അതിനെ സപ്ലൈ ആയിട്ട് കണക്കാക്കാൻ പാടില്ല എന്ന്. ഇനി ക്ലോസ് 3 പ്രകാരം പറയുന്നത് എന്താണ്? ഗവൺമെൻറ്റിന് ഒരു റൈറ്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതായത് GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഒരു നോട്ടിഫിക്കേഷൻ പുറത്ത് വിട്ടുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ പറയാം അത് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ല സർവീസ് ആണ്. അങ്ങനെ പറഞ്ഞാൽ നമുക്കത് കേട്ടേ പറ്റൂ. അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് അല്ല ഗുഡ്സ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്കത് കേട്ടേ പറ്റൂ. ഈ പവർ ഇതുവരെ ഗവൺമെൻറ് യൂസ് ചെയ്തിട്ടില്ല. ഇത്രയും കാര്യമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ അവിടെ പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതായിരുന്നു ആ 3 കാര്യങ്ങൾ? ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3. അപ്പോൾ നമുക്കിനി ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3 ഇതിനകത്ത് വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. സിമ്പിളായിട്ട് പഠിക്കാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് ഷെഡ്യൂൾ 1 എന്താണെന്ന് പരിചയപ്പെടാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലേ, നേരത്തെ ഒരു വട്ടം പറഞ്ഞ കാര്യമാണ്. ഷെഡ്യൂൾ 1 വരുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു ഷെഡ്യൂൾ 1 വരുന്നത്? ഷെഡ്യൂൾ 1 വരുന്നത് ആക്ടിവിറ്റീസ് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ even if made without consideration.
അതായത് കൺസിഡറേഷൻ ഇല്ലാത്ത പക്ഷം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു കാര്യത്തിന് സപ്ലൈ ആയിട്ട് കണക്കാക്കണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു കൺസിഡറേഷൻ വേണം നമ്മൾ പറഞ്ഞു. ഇനി പറഞ്ഞിരിക്കുന്ന കൺസിഡറേഷൻ ഇല്ലാത്ത കുറേ കാര്യങ്ങളെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ആ കാര്യങ്ങളാണ് ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് സിമ്പിളാണ്, വെറും 4 എണ്ണം, 1, 2, 3, 4 കഴിഞ്ഞു. വെറും 4 ഐറ്റംസ് മാത്രം പഠിച്ചാൽ മതി നമ്മുടെ ഷെഡ്യൂൾ 1 വരുന്ന ഐറ്റംസ്. നമ്മൾ ഷെഡ്യൂൾ 1 വരുന്ന 4 ഐറ്റംസ് മാത്രം പഠിച്ചാൽ മതി, നമുക്കപ്പോൾ മനസ്സിലാവും എന്താണെന്ന്. ഷെഡ്യൂൾ 1 ഒന്നാമത്തെ ഐറ്റം എന്താണെന്ന് നോക്കിയോ, പെർമനന്റ് ട്രാൻസ്ഫർ or disposal of business assets where ITC has been availed on such assets. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്കിത് ഈ പോയിന്റ് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ആദ്യം നിങ്ങൾ എക്സാമ്പിൾ മനസ്സിലാക്കുക, അതിനുശേഷം നമുക്ക് ഈ പോയിന്റ് ഇലാബറേറ്റ് ചെയ്യാം. അതായത് സങ്കല്പിക്കുക, ഞാനെന്ന് പറയുന്ന ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട് കുറേ ഇൻപുട്ടുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാക്കാം അല്ലേ. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനറീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാകാം, അതിൻ്റെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാകാം. ഇങ്ങനെ കുറേ ഇൻപുട്ടുകൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാകാം. ഈ ഇൻപുട്ടുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവിടെ കൊടുത്ത GSTയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഞാൻ അവൈൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതായത് ആ അസറ്റുകളുടെ മേടിച്ച മെഷീനറി, കുറേ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, ഇതിനൊക്കെ ഞാൻ പേ ചെയ്ത GSTയുടെ എമൗണ്ട് ഞാൻ വരുന്ന അടുത്തടുത്ത GST പേ ചെയ്യാനുള്ള സമയത്ത് ഞാൻ ആ ഇൻപുട്ട് ടാക്സിനെ നേരത്തെ പറഞ്ഞില്ലേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇവിടെ അവൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അസറ്റ് ഞാൻ ബിസിനസ് നിർത്തിയാന്ന് വെച്ചോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ ആ സാധനം പെർമനൻ്റ് ആയിട്ട് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ആ ഗുഡ്സ് വാങ്ങിയപ്പോൾ അടച്ച GSTയുടെ ITC നമ്മൾ എടുത്തില്ലേ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്തു. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ ഗുഡ്സ് അസറ്റ് വാങ്ങിയപ്പോൾ അടച്ച GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ഒരു ബെനിഫിറ്റ് നമ്മൾ അവൈൽ ചെയ്തു. ഇനി ഒരു കൺസിഡറേഷനും ഇല്ലാതെ നമ്മൾ വിറ്റെങ്കിൽ പോലും ഗവൺമെൻറ്റിന് കിട്ടാനുള്ള ടാക്സ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ഐറ്റത്തിനെ കൺസിഡറേഷൻ ഇല്ലാത്ത പക്ഷവും എന്തായിട്ട് കണക്കാക്കാൻ പറയുന്നത്, ഒരു ഡീംഡ് സപ്ലൈ ആയിട്ട് കണക്കാക്കാൻ പറയുന്നത്. മനസ്സിലായോ? അതാണ് ഈ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. എന്താ നോക്കിയേ, പെർമനന്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസെറ്റ് വേർ ITC ഹാസ് ബീൻ അവൈൽഡ് ഓൺ സച്ച് അസെറ്റ്. കണ്ടോ, അതായത് ITC അവൈൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ബിസിനസ് അസറ്റ് നമ്മൾ പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്പോസൽ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഒരു സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം. ഒരു സപ്ലൈ അല്ലെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ ഡീംഡ് സപ്ലൈ എന്ന് വിളിക്കാം അതിനെ. അത് ഒരു സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണമെന്നാണ് എന്ത് പറയുന്നത്, ഒന്നാമത്തെ പോയിന്റിൽ, ഷെഡ്യൂൾ 1 ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എന്താ നോക്കാം. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് or both between related persons or between distinct person when made in the course of furtherance of business. അതായത് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇതാണ്. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഫർദറൻസിന് വേണ്ടിയിട്ട് ആയിക്കോട്ടെ, നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഗുഡ്സോ സർവീസോ ഏതെങ്കിലും റിലേറ്റഡ് പാർട്ടീസ് ബിറ്റ്വീൻ ട്രാൻസ്ഫർ ചെയ്തു. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനൊരു ഹോൾഡിംഗ് കമ്പനിയാണ്, എനിക്ക് 2 സബ്സിഡറി കമ്പനിയുണ്ട്. എനിക്ക് 2 സബ്സിഡറി കമ്പനിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 2 സബ്സിഡറി കമ്പനി നമുക്ക് റിലേറ്റഡ് പാർട്ടീസ് എന്ന് വിളിക്കാം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ് ഈ റിലേറ്റഡ് പാർട്ടി എന്താണെന്ന്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയർ അതെന്താണ്, ഒരു റിലേറ്റഡ് പാർട്ടി ആണ് അല്ലേ. എംപ്ലോയറും തമ്മിൽ എന്ത് ചെയ്യുക, നമുക്ക് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതൊരു റിലേറ്റഡ് പാർട്ടിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും അല്ലെങ്കിൽ
സബ്സിഡറി കമ്പനീസ് വിത്ത് സെയിം ഹോൾഡിംഗ് കമ്പനി, 2 സബ്സിഡറി കമ്പനി, അതായത് ഞാനെന്ന് പറയുന്ന വലിയ കമ്പനിക്ക് 2 സബ്സിഡറി കമ്പനികളുണ്ട്. അങ്ങനെയാണ് ഈ 2 സബ്സിഡറി കമ്പനികളെ എന്തെന്ന് വിളിക്കാം? റിലേറ്റഡ് പാർട്ടീസ് എന്ന് വിളിക്കാം. അപ്പോൾ ഒന്ന് ആലോചിക്കുക, എൻ്റെ ഒരു സബ്സിഡറി കമ്പനിയിൽ നിന്ന് ഞാൻ ഗുഡ്സോ സർവീസോ എൻ്റെ മറ്റൊരു സബ്സിഡറി കമ്പനിയിലേക്ക് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ എന്ത് ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്? അതിനൊരു ഒരു സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം. വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ സാധനം അതാ. ഒന്നാമത്തത് എന്തായിരുന്നു? നമ്മുടെ ബിസിനസ്സിൻ്റെ ഏതെങ്കിലും അസറ്റ് അതിൽ നമ്മൾ ITC യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അത് വാങ്ങിയപ്പോൾ ഉള്ള GST നമ്മൾ ITC ആയിട്ട് അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർമനൻറ്റ് ട്രാൻസ്ഫറോ ഡിസ്പോസലോ നമ്മൾ സപ്ലൈ ആയിട്ട് കമ്പൽസറി ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണമെന്നാണ് ഷെഡ്യൂൾ 1 ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ഏതെങ്കിലും റിലേറ്റഡ് പാർട്ടീസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് പാർട്ടീസ്, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ എംപ്ലോയി എംപ്ലോയർ, അല്ലെങ്കിൽ സബ്സിഡറി കമ്പനികൾ തമ്മിൽ, അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും തമ്മിൽ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും ഒരു കമ്പനിയും ആ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയും തമ്മിൽ ഇങ്ങനെയുള്ള റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഒക്കെ നടക്കത്തില്ലേ? അവിടെ എന്തില്ലെങ്കിൽ പോലും, കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണമെന്നാണ് ഷെഡ്യൂൾ 1 രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം എന്നാണ് നമ്മുടെ ഷെഡ്യൂൾ 1 രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. പക്ഷേ അവിടെ ഒരു എക്സംഷൻ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു എക്സംഷനാണിത്. നമുക്കെല്ലാവർക്കും എക്സംഷനാണിത്. നോക്കി എന്താണെന്ന്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എംപ്ലോയർ എംപ്ലോയിക്ക് നോട്ട് എക്സീഡിങ് 50,000, അതായത് ലെസ് ദാൻ 50,000, നോട്ട് എക്സീഡിങ് 50,000 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 50,000 വരെയുള്ള ഗിഫ്റ്റ്, അതിന് നമ്മൾ എക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എംപ്ലോയർ എന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. അപ്പോൾ നോക്കി, എംപ്ലോയിയും തമ്മിൽ റിലേറ്റഡ് പാർട്ടിയാണ്. അവർ ഒരു കൺസിഡറേഷനും ഇല്ലാതെ ചുമ്മാ എംപ്ലോയിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അതിൽ 50,000 രൂപ വരെ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? എക്സെപ്റ്റ് ചെയ്തിരിക്കുക. 50,000 രൂപ വരെ ടാക്സ് വാങ്ങിക്കേണ്ട, അതിനെ സപ്ലൈ ആയിട്ട് കണക്കാക്കേണ്ട. 50,000 എക്സീഡ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ അതിനെ എന്തായിട്ട് കണ്ടാൽ മതി? ഒരു സപ്ലൈ ആയിട്ട് കാണുകയും അവിടെ GST ഈടാക്കേണ്ടേയും ആവശ്യമുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയില്ലേ? മൂന്നാമത്തെ പോയിന്റ് വെറും സിമ്പിൾസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇവിടെ പറയേണ്ട കാര്യം പോലും ഇല്ല. നോക്കിയേ, എന്താ നോക്കിയേ? സപ്ലൈ ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ ആരൊക്കെയാ? നോക്കിയേ, പ്രിൻസിപ്പൽ ടു ഏജന്റ്, അല്ലെങ്കിൽ ഏജന്റ് ടു പ്രിൻസിപ്പൽ. കണ്ടോ? സിമ്പിൾ സാധനം. അതായത് പ്രിൻസിപ്പൽ ഏജന്റിന് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്താലും വൈസ് വേഴ്സ ഏജന്റ് പ്രിൻസിപ്പലിന് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്താലും വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും ഷെഡ്യൂൾ 1 പ്രകാരം നമ്മൾ സപ്ലൈ ആയിട്ട് കണക്കാക്കണം. ഇനി നമുക്കൊന്നും കൂടെ റിവൈൻഡ് അടിച്ച് നോക്കാം. 3 പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഷെഡ്യൂൾ 1. മൊത്തം 4 പോയിന്റാണുള്ളത്, അതിൽ 3 പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? നമ്മുടെ ബിസിനസ് അസറ്റ് ITC അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർമനൻറ്റ് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പോസലോ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും ഡീംഡ് ടു ബി ആസ് സപ്ലൈ ആയിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കണം, അതിൽ GST ഈടാക്കിയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഒരു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ തമ്മിലുള്ള ട്രാൻസാക്ഷൻ, അത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും നമ്മുടെ ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം? ഒരു സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? സിമ്പിൾ ആണ്. എന്താണ്? പ്രിൻസിപ്പലും ഏജന്റും തമ്മിലുള്ള ട്രാൻസാക്ഷൻ, ഏജന്റും പ്രിൻസിപ്പലും തമ്മിൽ ഗുഡ്സ് ട്രാൻസാക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം? വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം. ഇനി നമുക്ക് നാലാമത്തെ സാധനം കൂടെ ഉണ്ട്. നാലാമത്തെ സാധനം എന്താണെന്ന് നോക്കി, നമ്മൾ നേരത്തെ പഠിച്ച അതിന് റിലേറ്റ് ചെയ്യുന്നൊരു സാധനം, അതായത് ഇമ്പോർട്ട് ഓഫ് സർവീസ് ബൈ എ പേഴ്സൺ, from a related person from any of his other establishment outside India, in course of furtherance of business. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചു. എന്തായിരുന്നു? ഇമ്പോർട്ട് ഓഫ് സർവീസിൻ്റെ കാര്യം നമ്മൾ പഠിച്ചില്ലേ? എന്തായിരുന്നത്? നമ്മൾ ഫോറിനിൽ നിന്ന് ഏതെങ്കിലും ഒരു സർവീസ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ GST ഈടാക്കിയിരിക്കണമെന്ന് പഠിച്ചു. റിവേഴ്സ് ചാർജിൽ GST ഈടാക്കിയിരിക്കണമെന്ന് നമ്മൾ നേരത്തെ 7(1) ക്ലോസ് പ്രകാരം പഠിച്ചു അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, പക്ഷേ കുറച്ച് മാറ്റമുണ്ട്. എന്താണെന്ന് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. അതായത് എനിക്ക് ഇന്ത്യയിൽ കുറച്ച് ബ്രാഞ്ചുകളുണ്ട്, എനിക്ക് ഫോറിൻ രാജ്യത്ത് ഏതെങ്കിലും ഒരു ബ്രാഞ്ചുണ്ട്.
അപ്പം ഞാൻ എൻ്റെ ഫോറിനിലുള്ള ഏതെങ്കിലും ഒരു എംപ്ലോയിയെ ഇങ്ങോട്ട് വിളിക്കുക, നമുക്കിവിടെ എന്തെങ്കിലും ഒരു സർവീസിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ എന്തായാലും അയാൾക്ക് അവിടെ എന്ത് കൊടുക്കുന്നുണ്ടായിരിക്കും? സാലറി കൊടുക്കുന്നുണ്ടായിരിക്കും. ഇവിടെ ഇന്ത്യയിൽ വിളിച്ച് അയാൾക്ക് സർവീസ് ചെയ്തിട്ട് അയാളുടെ പാട്ടിനെ തിരിച്ച് അവിടെ പോയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും അവിടെ GST മേടിക്കുകയും വേണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും. ഓക്കെ, ഇമ്പോർട്ട് ഓഫ് സർവീസ് ബൈ എ പേഴ്സൺ ഫ്രം റിലേറ്റഡ് പേഴ്സൺ. കണ്ടോ, ഇമ്പോർട്ട് ഓഫ് സർവീസ് ബൈ എ പേഴ്സൺ ഫ്രം റിലേറ്റഡ് പേഴ്സൺ. ഇമ്പോർട്ട് ഓഫ് സർവീസ് ബൈ എ പേഴ്സൺ, ഒരാൾ ഇമ്പോർട്ട് ഓഫ് സർവീസ് അവൈൽ ചെയ്യുക. എവിടെ നിന്നാണ്? ഫ്രം റിലേറ്റഡ് പേഴ്സൺ, ഏതെങ്കിലും ഒരു റിലേറ്റഡ് പേഴ്സണിൽ നിന്ന്. ഫോർ എനി ഓഫ് ഹിസ് അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. കണ്ടോ, ഫ്രം എനി ഓഫ് ഹിസ് അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അവൻ്റെ തന്നെ ഏതെങ്കിലും വേറെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അല്ലെ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ എൻ്റെ പുറത്തുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, എൻ്റെ പുറത്തുള്ള ഒരു ബ്രാഞ്ചിലെ ഒരു എംപ്ലോയി എൻ്റെ റിലേറ്റഡ് പേഴ്സൺ അല്ലേ, അയാളുടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഒരു സർവീസ് ഇമ്പോർട്ട് ചെയ്തു. ആ ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഇൻ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്, എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ സർവീസ് അവൈൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതിനെ ഒരു സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ കാര്യം എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തു? 3 വട്ടം റിപ്പീറ്റ് ചെയ്തു. നമുക്ക് ഒറ്റടിക്ക് ഒന്നും കൂടെ ഒരു വട്ടം കൂടെ പറഞ്ഞിട്ട് നമുക്ക് കുറേ എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തെ ഷെഡ്യൂൾ 1 പ്രകാരം കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും ഈ താഴെ പറയുന്ന ഐറ്റംസിനെ നമ്മൾ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കണം. ഒന്നാമത്തെ സാധനം എന്തായിരുന്നു? നമ്മുടെ ബിസിനസ്സിലെ ITC അവൈൽ ചെയ്തിട്ടുള്ള അസറ്റുകൾ, അത് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ കൺസിഡറേഷൻ ഇല്ലാത്ത പക്ഷവും നമ്മളതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ സാധനം എന്തായിരുന്നു? റിലേറ്റഡ് പാർട്ടി അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് പാർട്ടി തമ്മിലുള്ള ട്രാൻസാക്ഷൻ, അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം. ഏജൻറ്റ് പ്രിൻസിപ്പൽ ഏജൻറ്റ്, ഇവർ തമ്മിലുള്ള ഗുഡ്സിൻ്റെ ട്രാൻസാക്ഷനെ നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം. അടുത്ത എന്താണ് പറയുന്നത്? ഇമ്പോർട്ട് ഓഫ് സർവീസ്, നമ്മൾ ഏതെങ്കിലും സർവീസ് ഇമ്പോർട്ട് ചെയ്യുക. ഇവിടുന്ന് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം റിലേറ്റഡ് പേഴ്സൺ, നമ്മുടെ തന്നെ ഒരു റിലേറ്റഡ് പേഴ്സണിൽ നിന്ന് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നമ്മൾ സർവീസ് അവൈൽ ചെയ്യുന്നു. അത് നമ്മുടെ തന്നെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിന്നായിരിക്കും. നമ്മുടെ ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളതിന് ഒരു കൺസിഡറേഷൻ ഇല്ലാത്ത പക്ഷം പോലും സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു 10, 12, 13 എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ അതിൽ ആൻസർ നോക്കാതെ ഇതിൽ ഏതൊക്കെയാണ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നൊന്ന് പറയണം. പക്ഷേ ആൻസർ നോക്കരുതല്ലേ, ഞാനൊന്ന് മറച്ചു വെക്കട്ടെ ഒരു സെക്കൻഡ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സാമ്പിൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് ഇത് എന്താണ്, സപ്ലൈ ആണോ, ആണെങ്കിൽ ഏത് സെക്ഷൻ പ്രകാരം എന്ന് പറയണം. ഒന്നാമത്തെ സാധനം നോക്കി, സെയിൽ ഓഫ് കാർ ബൈ എ ഡീലർ ഓഫ് കാർ ഫോർ 10 lakh. ഉണ്ടോ, 10 ലക്ഷം രൂപയ്ക്ക് ഒരു കാർ ഡീലർ വിറ്റു. അത് സപ്ലൈ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കി. മൂവബിൾ പ്രോപ്പർട്ടിയാണ്, ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്, കൺസിഡറേഷന് വേണ്ടിയിട്ടാണ്, അതൊരു സെയിലാണ്. അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? അതിനൊരു സപ്ലൈ ആയിട്ട് വിളിക്കാം. എന്ത് അല്ലേ, സിമ്പിളായിട്ട് വിളിച്ചു. ഏതാണ് സെക്ഷൻ? സെക്ഷൻ 7(1)(a അല്ലേ, സെക്ഷൻ 7(1) ക്ലോസ് എ. അടുത്തത് ഏതാ നോക്കി, സെയിൽ ഓഫ് എയർ കണ്ടീഷണർ ഇൻസ്റ്റാൾഡ് ഇൻ റെസിഡൻഷ്യൽ ഹൗസ്. സെയിൽ ഓഫ് എയർ കണ്ടീഷണർ ഇൻസ്റ്റാൾഡ് ഇൻ റെസിഡൻഷ്യൽ ഹൗസ്. നമ്മുടെ വീട്ടിലുള്ള ഒരു എയർ കണ്ടീഷണർ നമ്മൾ വിറ്റു. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരുന്ന എയർ കണ്ടീഷണർ, പുതിയൊരു എയർ കണ്ടീഷണർ മേടിച്ചപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് OLX-ലിട്ട് വിറ്റു. ഓക്കെ, അത് എന്താണ്? മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ഓക്കെ ശരി, മൂവബിൾ പ്രോപ്പർട്ടിയാണ്. സെയിൽ, എക്സ്ചേഞ്ച്, ട്രാൻസ്ഫർ, ഓക്കെ അതിൽ സെയിലാണ്, സമ്മതിച്ചു. ഫോർ കൺസിഡറേഷൻ, അതെ കൺസിഡറേഷന് വേണ്ടിയിട്ടാണ്, പേഴ്സൺ ആണ്, ഓക്കെ സമ്മതിച്ചു. അത് കഴിഞ്ഞ് ഫർദറൻസ് ഓഫ് ബിസിനസ് ആണോ, ബിസിനസ്സിന് വേണ്ടിയിട്ടാണോ വിറ്റത്? അല്ല, അല്ലെങ്കിൽ AC വിൽക്കുക എന്നുള്ളത് നമ്മുടെ ബിസിനസ് ആയിരുന്നു? അല്ല. അതുകൊണ്ട് തന്നെ എന്തെന്ന് വിളിക്കാം? സപ്ലൈ എന്ന് വിളിക്കാൻ പാടില്ല. അടുത്ത നോക്കി, ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ കൺസിഡറേഷൻ ഫോർ എ പേഴ്സണൽ പർപ്പസ്. കണ്ടോ, ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ കൺസിഡറേഷൻ ഫോർ എ പേഴ്സണൽ സർവീസ്. ഒരു പേഴ്സണൽ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സർവീസ് ഇമ്പോർട്ട് ചെയ്യണം. ഒന്നാലോചിക്കുക, നമ്മൾ പഠിച്ചു എവിടെ നിന്നെങ്കിലും ഫോറിനിൽ നിന്ന് ഒരു സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സർവീസിനെ നമ്മൾ അവൈൽ ചെയ്യുകയാണ് ഫോറിനിൽ നിന്ന്. അവിടെ കൺസിഡറേഷൻ ഉണ്ടോ? കൺസിഡറേഷൻ ഉണ്ട്. അത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണോ? അല്ല. ബിസിനസ്സിന് വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ അത് ടാക്സ് ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ 7(1)(b) പ്രകാരം. ഓക്കെ, കണ്ടോ, 7(1)(b) പ്രകാരം നമുക്ക് അതിന് എന്ത് ചെയ്യാം? ടാക്സ് ചെയ്യാം. ഇനി അടുത്ത സാധനം എന്താ നോക്കിയേ, ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ കൺസിഡറേഷൻ ഫോർ ബിസിനസ് പർപ്പസ്. ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ കൺസിഡറേഷൻ ഫോർ ബിസിനസ് പർപ്പസ്. എന്നാലോചിക്കേ, ബിസിനസ് പർപ്പസിന് അല്ലെങ്കിൽ പോലും നമ്മളത് എന്ത് ചെയ്തു? ടാക്സ് ചെയ്തു. ബിസിനസ് പർപ്പസിനാണെങ്കിലോ ഉറപ്പായിട്ടും ടാക്സ് ചെയ്യും. സെയിം സെക്ഷൻ, ഒരു മാറ്റമില്ല. അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇമ്പോർട്ട് ഓഫ് സർവീസ് വിത്തൗട്ട് കൺസിഡറേഷൻ. ഇമ്പോർട്ട് ഓഫ് സർവീസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഫ്രം റിലേറ്റഡ് പാർട്ടി ഫോർ ബിസിനസ് യൂസ്. ഉണ്ടോ, റിലേറ്റഡ് പാർട്ടി ഫോർ ബിസിനസ് യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ്. റിലേറ്റഡ് പാർട്ടിയിൽ നിന്ന് നമ്മുടെ ബിസിനസ് യൂസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സർവീസ് വിത്തൗട്ട് കൺസിഡറേഷനിൽ അവൈൽ ചെയ്താൽ പോലും ടാക്സ് ചെയ്തിരിക്കണം. ഏത് സെക്ഷൻ അല്ല ഏത് ഷെഡ്യൂൾ 1 പ്രകാരം ടാക്സ് ചെയ്തിരിക്കണം. അതൊക്കെ ഇമ്പോർട്ട് ഓഫ് സർവീസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഫ്രം റിലേറ്റഡ് പാർട്ടി. ഇമ്പോർട്ട് ഓഫ് സർവീസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഫ്രം റിലേറ്റഡ് പാർട്ടി ചെയ്തിരിക്കണം. നമ്മൾ ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്ന വിത്തൗട്ട് കൺസിഡറേഷൻ്റെ കാര്യങ്ങളാണ് അല്ലേ? അവിടെ സെയിം സാധനം ടാക്സ് ചെയ്തിരിക്കണം. അടുത്ത ഓക്കെ,
ഗിഫ്റ്റ് വാല്യൂ ₹35,000 ബൈ എംപ്ലോയർ ടു എംപ്ലോയി ഇൻ കോസ്റ്റ് ഓഫ് ബിസിനസ്. എംപ്ലോയ്മെന്റ് പ്രകാരം എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ എംപ്ലോയിക്ക് ഗിഫ്റ്റ് കൊടുത്തു 35,000, അതാണ് വില. 50,000 വരെ നമുക്ക് എന്ത് എക്സെപ്റ്റ് ചെയ്യാന്ന് ഷെഡ്യൂൾ 1 നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് ടാക്സ് ചെയ്യേണ്ട, ഷെഡ്യൂൾ 1 പ്രകാരം ടാക്സ് ചെയ്യേണ്ട. അടുത്ത് നോക്കി, ഗിഫ്റ്റ് വാല്യൂ ₹1,00,000 എംപ്ലോയിക്ക് ₹1,00,000 ഗിഫ്റ്റ് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ അത് ടാക്സ് ചെയ്തിരിക്കണം. എന്തുകൊണ്ട്? 50,000 മേലെയാണ്. അടുത്ത് നോക്കിയേ, പെർമനന്റ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ് ഓൺ വിച്ച് ITC ഹാസ് നോട്ട് അവൈൽ. കണ്ട, ITC അവൈൽ ചെയ്തിട്ടില്ല, അത് നമ്മൾ ടാക്സ് ചെയ്യണോ? വേണ്ട. ഷെഡ്യൂൾ 1 പ്രകാരം ITC അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ടാക്സ് ചെയ്താൽ മതി. അടുത്ത സാധനം നോക്കി, സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ പ്രിൻസിപ്പൽ ടു ഏജന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ. ടാക്സ് ചെയ്തിരിക്കണ്ടേ? പ്രിൻസിപ്പൽ ഏജന്റ് തമ്മിലുള്ള ട്രാൻസ്ഫറുകൾ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും ഷെഡ്യൂൾ 1 പ്രകാരം ടാക്സ് ചെയ്തിരിക്കണം. അതിന് നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അടുത്തെന്താ നോക്കിയേ, സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ തമിഴ്നാട് ബ്രാഞ്ച് ടു കേരള ബ്രാഞ്ച്. തമിഴ്നാട് ബ്രാഞ്ചിൽ നിന്ന് കേരള ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു. ഇന്റർ സ്റ്റേറ്റ് അല്ലേ, 2 സ്റ്റേറ്റിലുള്ള ബ്രാഞ്ചുകളാണ്, അവർ തമ്മിൽ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഗുഡ്സ് ബ്രാഞ്ചുകൾ തമ്മിൽ. ഓക്കെ, ഷെഡ്യൂൾ 1 പ്രകാരം ടാക്സ് ചെയ്തിരിക്കണം. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത പെർമനന്റ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അറ്റ് ITC അവൈൽ. നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്, ITC അവൈൽ ചെയ്തിട്ടുള്ള ഗുഡ്സിൻ്റെ പെർമനന്റ് ട്രാൻസ്ഫർ. അപ്പോൾ ഷെഡ്യൂൾ 1 കഴിഞ്ഞില്ലേ? ഷെഡ്യൂൾ 1 4 പോയിന്റും കഴിഞ്ഞില്ലേ? സിമ്പിൾ അല്ലേ? അതായത് നമ്മുടെ ITC അവൈൽ ചെയ്തിട്ടുള്ള ഗുഡ്സ് പെർമനന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് എന്താ പറഞ്ഞിരിക്കുന്നത്, റിലേറ്റഡ് പാർട്ടി അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് പാർട്ടി തമ്മിലുള്ള ട്രാൻസാക്ഷൻ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. മൂന്നാമത് പ്രിൻസിപ്പൽ ഏജന്റ് അല്ലെങ്കിൽ ഏജന്റ് ടു പ്രിൻസിപ്പൽ ഉള്ള ഗുഡ്സിന്റെ ട്രാൻസ്ഫർ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഇമ്പോർട്ട് ഓഫ് സർവീസ്, നമ്മൾ പുറത്തുനിന്ന് ഏതെങ്കിലും സർവീസ് ഇമ്പോർട്ട് ചെയ്ത് എവിടുന്ന്, ഫ്രം റിലേറ്റഡ് പാർട്ടി, ഏതെങ്കിലും റിലേറ്റഡ് പാർട്ടിയിൽ നിന്ന്, ഫ്രം അവർ ഓൺ എസ്റ്റാബ്ലിഷ്മെന്റ്, നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം. അത്രേ ഉള്ളൂ ഷെഡ്യൂൾ 1. ഇനി നമുക്ക് ഷെഡ്യൂൾ 2 എന്താണെന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ സ്ക്രീനിൽ ഫ്രണ്ടിൽ ഷെഡ്യൂൾ 2ൻ്റെ നോട്ട് ഒരു ടേബിൾ പോലെ വന്നിരിക്കും. ജസ്റ്റ് അത് ശ്രദ്ധിച്ചാൽ മതി. സിമ്പിളാണ്, നിങ്ങൾ അതിലോട്ട് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട. ഞാൻ നിങ്ങൾക്ക് ഓരോ എക്സാമ്പിൾ അല്ലെങ്കിൽ ഓരോ സർക്കംസ്റ്റാൻസ് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് പറഞ്ഞു നോക്കുക, ഇത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിരിക്കും അതോ സപ്ലൈ ഓഫ് സർവീസ് ആയിക്കോട്ടെ. അതിരിക്കട്ടെ, ഷെഡ്യൂൾ 2 എന്താണ് പറയുന്നത്, നമ്മൾ സെക്ഷൻ 7 പ്രകാരം കുറേ ഐറ്റംസ് സപ്ലൈ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ അതോ സപ്ലൈ ഓഫ് സർവീസ് ആണോ എന്ന് അറിയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 2. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഒന്നാമത്തെ സാധനം ട്രാൻസ്ഫർ ആണ്. ഒന്നാമത്തെ സാധനം എന്താണ്? ട്രാൻസ്ഫർ. ഓക്കെ, ട്രാൻസ്ഫർ. ഇനി നമുക്ക് അതിൽ പോയിന്റ് നോക്കാം. അതായത് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഗുഡ്സ്. അതായത് നമ്മുടെ ഗുഡ്സിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തു. നമ്മുടെ കയ്യിലുള്ള ഗുഡ്സിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തു, മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്ത് ചോദ്യമല്ല അത്, നമ്മുടെ കയ്യിലുള്ള ഗുഡ്സ് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തത്. ഫിസിക്കലി നമ്മൾ ആ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ചോദിക്കുക, അത് സപ്ലൈ ഓഫ് സർവീസ് ആണോ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ? അതിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണത്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ നോക്കിയേ, ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ഇൻ ഗുഡ്സ് ഓർ ഷെയർ ഇൻ ഗുഡ്സ് വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ദ ടൈറ്റിൽ. ഓക്കെ, നമ്മൾ ടൈറ്റിൽ കൊടുത്തില്ല അല്ലേ, ആ ഗുഡ്സിന്മേലുള്ള അധികാരമാണ് കൊടുത്തത്, റൈറ്റ് ആണ് കൊടുത്തത്. നമ്മൾ ടൈറ്റിൽ കൊടുത്തോ? ഇല്ല. ടൈറ്റിൽ കൊടുക്കാത്ത പക്ഷം നമ്മളെ ഗുഡ്സ് ഒരാൾക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് മാത്രം ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് വിളിക്കാം, അതിനെ സപ്ലൈ ഓഫ് സർവീസ് എന്ന് വിളിക്കാം. അപ്പോൾ ടൈറ്റിൽ കൊടുത്താൽ എന്താണ്, ഗുഡ്സിൻ്റെ ടൈറ്റിൽ കൊടുത്താൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ടൈറ്റിൽ അല്ല, റൈറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്താ നോക്കിയേ, ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ആൻഡ് ഗുഡ്സ് അണ്ടർ ആൻ എഗ്രിമെന്റ് വിച്ച് stipulates that property in goods shall pass at future date upon payment of full consideration as agreed. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹയർ പർച്ചേസ് ചെയ്തില്ലേ, ഹയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരു എഗ്രിമെൻറ്റ് പ്രകാരം നമ്മൾ ഗുഡ്സ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞു, എന്നിട്ട് ഇത്രാം തീയതി നമ്മുടെ ഈ എഗ്രിമെൻറ്റ് പ്രകാരം ഡേറ്റ് തീരുമ്പോൾ നമ്മൾ പൈസ കൊടുത്തോളാം, ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ പൈസ കൊടുത്തോളാം എന്ന് പറയുന്നു. അപ്പോഴും ഗുഡ്സിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ആയില്ലേ, നമ്മൾ ആ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്തെ ഗുഡ്സിൻ്റെ ടൈറ്റിൽ നമ്മുടെ കയ്യിൽ കിട്ടിയില്ലേ. അപ്പോൾ അതെന്താണ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സപ്ലൈ ഓഫ് സർവീസ് ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞു ടൈറ്റിൽ കിട്ടിയാൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഓക്കെ, ടൈറ്റിൽ കിട്ടി, സപ്ലൈ ഓഫ് ഗുഡ്സ്. ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞേ, ട്രാൻസ്ഫർ ആണ്. ഗുഡ്സിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്താൽ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. അല്ല, ഗുഡ്സ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ റൈറ്റ് മാത്രമാണ് നമുക്ക് തരുന്നതെങ്കിൽ അതെന്താണ് പറ, സപ്ലൈ ഓഫ് സർവീസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞേ. ഇനി സിമ്പിൾ, രണ്ടാമത്തെ കാര്യം നോക്കി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. രണ്ടാമത്തെ കാര്യം എന്താണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു. ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മൂവബിൾ ആണോ? മൂവബിൾ അല്ല. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇമ്മൂവബിൾ ആണ് അല്ലേ. ഇമ്മൂവബിൾ ആകുമ്പോൾ അത് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹെഡിൽ വരൂ, സപ്ലൈ ഓഫ് ഗുഡ്സിൽ വരൂ? ഇല്ല. സപ്ലൈ ഓഫ് എന്തിൽ മാത്രമേ വരത്തുള്ളൂ, സർവീസിൽ മാത്രമേ വരത്തുള്ളൂ. ഇനി അത് നമുക്ക് വായിച്ച് നോക്കേണ്ട കാര്യം പോലും ഇല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കണം അല്ലേ. ലീസ്, ടെനൻസി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ലീസിന് കൊടുക്കുക, റെൻറ്റിന് കൊടുക്കുക, ലൈസൻസ് ചെയ്ത് കൊടുക്കുക അല്ലേ. നമ്മുടെ ഏതെങ്കിലും ലാൻഡിന് നമ്മൾ ലീസിനോ റെൻറ്റിനോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, നമ്മുടെ ലാൻഡ് നമ്മൾ എന്തുവാ, നമ്മുടെ റെൻറ്റിന്, മനസ്സിലായില്ലേ നിങ്ങൾക്ക്, അതെന്താണ്, സപ്ലൈ ഓഫ്
സർവീസ് ആണ്. ഓക്കെ, കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സാധനം എന്താ നോക്കിയേ, ലീസിംഗ് ലെറ്റർ ഓഫ് ബിൽഡിംഗ് ഇൻ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി. കണ്ടോ, നമ്മുടെ ഏതെങ്കിലും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മുടെ റെസിഡൻഷ്യൽ ഹൗസ്, നമ്മുടെ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തു. നേരത്തെ പറഞ്ഞ ലാൻഡിൻ്റെ കാര്യം, ഇപ്പം പറഞ്ഞ എന്ത് ബിൽഡിങ്ങിൻ്റെ കാര്യം, അതെന്താണ്, സപ്ലൈ ഓഫ് സർവീസ് ആണ്. കഴിഞ്ഞില്ലേ, 2 പോയിന്റ് കഴിഞ്ഞു. ആദ്യത്തെ പോയിന്റ് ട്രാൻസ്ഫർ, രണ്ടാമത്തെ പോയിന്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ത് തന്നെ വരത്തുള്ളൂ, സപ്ലൈ ഓഫ് സർവീസിലേ വരത്തുള്ളൂ, അത് ഗുഡ്സിൽ വരില്ല. എന്തുകൊണ്ട്, അതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയതുകൊണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, ട്രീറ്റ്മെന്റ് ഓർ പ്രോസസ്സ്. Any treatment or process which is applied to another person's goods. Okay, any treatment or process which is applied to another person's goods. അതായത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. എനിക്കൊരു ഗാർമെൻറ്റ് ഷോപ്പാണ്, അതായത് ഒരു വലിയൊരു ഗാർമെൻറ്റ് ഷോപ്പാണ്. കുറേ നമ്മുടെ സ്ത്രീജനങ്ങൾ ഉപയോഗിക്കുന്ന വളരെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാരീസും സൽവാറും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ഗാർമെൻറ്റ് ഷോപ്പാണ്. അപ്പോൾ അതിൽ ഭയങ്കര ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക്സ് ഉണ്ട് അല്ലേ. എംബ്രോയിഡറി വർക്കും അവർ കുറേ ഐറ്റംസ് ഒക്കെ ഇല്ലേ അതിൽ, അതൊക്കെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അത് ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. പെട്ടെന്ന് എനിക്കൊരു ബൾക്ക് ഓർഡർ കിട്ടി, ബാംഗ്ലൂരിൽ നിന്ന് ഒരു ബൾക്ക് ഓർഡർ കിട്ടി. ഒരു 1000 പീസ് ഡെലിവറി ചെയ്യാനുള്ള ബൾക്ക് ഓർഡർ, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം. അപ്പോൾ 1000 എണ്ണം ഉടനെ തന്നെ ചെയ്യുക എന്നുള്ളത് എനിക്ക് പോസിബിൾ അല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഔട്ട്സോഴ്സ് ചെയ്ത് മറ്റൊരാൾക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ നോക്കി, എൻ്റെ കയ്യിലുള്ള ഗുഡ്സ് ഞാൻ അയാൾക്ക് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്, അതിലൊരു ട്രീറ്റ്മെൻറ്റോ ഒരു പ്രോസസ്സോ നടത്താൻ വേണ്ടിയിട്ട്, ഞാൻ ആ ഗുഡ്സിൻ്റെ ടൈറ്റിൽ അയാൾക്ക് കൊടുത്തില്ലല്ലോ. അതിന് ഓണർഷിപ്പ് അയാൾക്ക് എഴുതി കൊടുത്തോ, ഇല്ല. അയാൾ അതിൽ എംബ്രോയിഡറി വർക്ക് ചെയ്യുക, എനിക്ക് തിരിച്ചു തരിക, ഞാൻ അയാൾക്ക് എന്ത് കൊടുക്കും, പൈസ കൊടുക്കും. ആ പൈസ കൊടുക്കുമ്പോൾ നമ്മളതിൽ GST ചാർജ് ചെയ്തിരിക്കണം. അത് എന്തായിട്ട് ചാർജ് ചെയ്യണം, സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ചാർജ് ചെയ്യോ, സർവീസ് ആയിട്ട് ചാർജ് ചെയ്യോ. ടൈറ്റിൽ കൊടുത്തില്ല, നമ്മൾ എന്തായിട്ട് ചാർജ് ചെയ്യും, സപ്ലൈ ഓഫ് സർവീസ്. കഴിഞ്ഞില്ലേ, മൂന്നാമത്തെ കാര്യം കഴിഞ്ഞില്ലേ. ഒന്നാമത്തെ ട്രാൻസ്ഫർ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം, സപ്ലൈ ഓഫ് ഗുഡ്സ് എന്നും. ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാത്ത പക്ഷേ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം, സപ്ലൈ ഓഫ് സർവീസ് എന്നും വിളിക്കാം. രണ്ടാമത്തെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലീസും റെന്റും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ പറ്റും, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം ട്രീറ്റ്മെന്റ് ഓർ പ്രോസസ്, നമ്മുടെ കയ്യിലുള്ള ഗുഡ്സ് നമ്മൾ മറ്റൊരാൾക്ക് ഒരു ട്രീറ്റ്മെന്റോ പ്രോസസ്സോ ചെയ്യാൻ വേണ്ടി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ട്രീറ്റ്മെന്റോ പ്രോസസ്സോ ചെയ്യുന്നത് നമുക്ക് അയാൾക്ക് റെമ്യൂണറേഷൻ കൊടുക്കുമ്പോൾ അതിൽ നമ്മൾ GST ഈടാക്കുമ്പോൾ എന്തായിട്ട് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കി അതിൽ GST ഈടാക്കിയിരിക്കണം. അടുത്ത എന്താണെന്ന് നോക്കിയേ, ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്സ്. എന്താണ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്? ഓക്കെ, നമ്മുടെ ബിസിനസ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലേ, നമ്മുടെ ബിസിനസ് അസറ്റിൽ നമ്മളതിൽ ITC അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓൾറെഡി എന്ത് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി താഴെ പറയുന്ന ഐറ്റംസ് എന്താണെന്ന് നോക്കിയേ, ഗുഡ്സ് ഫോമിംഗ് പാർട്ട് ഓഫ് ബിസിനസ് ആർ ട്രാൻസ്ഫേർഡ് ഓർ ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദ ഓണർ വെദർ ഓർ നോട്ട് ഫോർ കൺസിഡറേഷൻ. ഒരു കൺസിഡറേഷൻ വെച്ചിട്ടോ കൺസിഡറേഷൻ ഇല്ലാതെയോ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ ഇത് അല്ലേ. അതായത് നമ്മുടെ ബിസിനസ് അസറ്റ് നമ്മൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു, അതിൽ ITC അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഓൾറെഡി ആ കാര്യം ഇവിടെ പറഞ്ഞു. ഇവിടെ ITCയുടെ കാര്യം പറഞ്ഞിട്ടില്ല. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ബിസിനസ് അസറ്റ് നമ്മൾ പെർമനൻ്റ്ലി വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. കൺസിഡറേഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ കൺസിഡറേഷൻ ഉണ്ട്, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഗുഡ്സിൻ്റെ ടൈറ്റിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തില്ലേ. അപ്പോൾ അതെന്തായിരിക്കും, സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിരിക്കും. സിമ്പിൾ അല്ലേ. ഇനി അടുത്ത് നോക്കിയേ, the owner uses or allowed to use the business asset for personal use. അതായത് പേഴ്സണൽ യൂസിന് വേണ്ടി നമ്മുടെ ബിസിനസ് അസറ്റ് നമ്മൾ ഉപയോഗിച്ചു. അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കൊടുത്തു ആർക്കെങ്കിലും. അലൗ ടു യൂസ്, അത് നമ്മുടെ ബിസിനസ്സിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉണ്ട്. പെട്ടെന്ന് ആ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ നമ്മൾ പുറത്തുള്ള ഒരാൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അല്ലേ നമ്മുടെ ബിസിനസ് അസറ്റ് അലൗ ടു യൂസ്. നമ്മൾ ആ ഗുഡ്സ് അയാൾക്ക് കൊടുത്തോ, ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തോ, ഇല്ല. അപ്പോൾ അതെന്താ സിമ്പിളായിട്ട് ഓക്കെ, സപ്ലൈ ഓഫ് സർവീസ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പോയിന്റ് ഒന്ന് നോക്കിയേ, ഇഫ് ദ ഓണർ സീസസ് ടു ബി എ ടാക്സബിൾ പേഴ്സൺ ദെൻ ബിസിനസ് അസറ്റ് വിൽ ബി അസ്യൂംഡ് ടു ബി ദ സപ്ലൈ ബൈ ഹിം. അടുത്ത പോയിന്റ് എന്താ നോക്കിയേ, ഇഫ് ദ ഓണർ സീസസ് ടു ബി എ ടാക്സബിൾ പേഴ്സൺ ദെൻ ബിസിനസ് അസറ്റ് വിൽ ബി അസ്യൂംഡ് ടു ബി സപ്ലൈഡ് ബൈ ഹിം ഇൻ കോസ്റ്റ് or furtherance of his business immediately before he ceases to be a taxable person. ഓക്കെ, നിങ്ങൾക്ക് എന്ത് കോംപ്ലക്സ് ആയിട്ടല്ല എഴുതി വെച്ചേക്കുന്നത്, സിമ്പിൾ കാര്യമാണ്, പക്ഷേ കോംപ്ലക്സ് ആയിട്ട് എഴുതി വെച്ചേക്കുന്നത്. അപ്പം നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കി, ഇത് വളരെ സിമ്പിളായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാലുള്ള കാര്യം, സിമ്പിളായിട്ട് ലേമാൻസ് ലാംഗ്വേജിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് എല്ലാവർക്കും ലോ വായിക്കാൻ പറ്റും. അങ്ങനെ ലോ വായിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെപ്പോലുള്ള പ്രൊഫഷണൽസിൻ്റെ കാര്യം അവിടെ ഇല്ല. അതുകൊണ്ട് എപ്പോഴും ലോ എന്തിൽ തന്നെ എഴുതി വെച്ചേക്കണം, നല്ല കട്ടിയായിട്ടുള്ള ഇത് കണക്കുള്ള കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളിൽ വേണം എഴുതി വെച്ചേക്കാൻ. അപ്പോൾ നമുക്ക് ആ പോയിന്റ് എന്താണെന്ന് നോക്കാം അല്ലേ. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓണർ ഒരു ടാക്സബിൾ പേഴ്സൺ ആണ്. അയാൾ ബിസിനസ് നിർത്തി. അയാൾ എന്ത് ചെയ്തു, ബിസിനസ് നിർത്തി. അങ്ങനെ നിർത്തുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മൾ കുറേ അസറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അല്ലേ. വാങ്ങിയപ്പോൾ നമ്മളതിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ടാവും. അതിൽ അടച്ചേക്കുന്ന GST നമ്മൾ ITC ആയിട്ട് ഓൾറെഡി അവൈൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബിസിനസ് നിർത്തുക.
നമ്മൾ ഫുള്ള് ബിസിനസ് നിർത്തി. ഇനി നമ്മൾ എപ്പോഴെങ്കിലും ആയിരിക്കും നമ്മുടെ ഗുഡ്സുകളെല്ലാം വിൽക്കുന്നത് അല്ലേ? ചിലപ്പോൾ 1 വർഷം എടുത്തിട്ടായിരിക്കും, ചിലപ്പോൾ 5 വർഷം എടുത്തിട്ടായിരിക്കും, ചിലപ്പോൾ അതിൽ കുറേ സാധനങ്ങൾ നമ്മൾ തന്നെ എടുക്കും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വെറുതെ കൊടുക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ആ ഗുഡ്സ് വാങ്ങിയപ്പോൾ അപ്പോൾ അടച്ച് GST നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ഓൾറെഡി അവൈൽ ചെയ്തു, ഒരു ബെനിഫിറ്റ് എടുത്തു. അപ്പോൾ ആ സാധനം വിൽക്കുമ്പോൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് നമ്മൾ അടച്ചിരിക്കണ്ടേ? പക്ഷേ ഇവിടെ നമ്മൾ അടയ്ക്കില്ല. കാരണം എന്തുകൊണ്ട്? നമ്മളത് വിൽക്കില്ല. ചിലപ്പം കുറേ നാളെടുത്തിട്ടായിരിക്കും വിൽക്കുന്നത്, ചിലപ്പോൾ അപ്പം തന്നെ വിൽക്കുന്നിരിക്കാം, ചിലപ്പോൾ 6 മാസം കൊണ്ടായിരിക്കും വിൽക്കുന്നത്, അത് എന്ത് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് ഒരു ടാക്സിബിൾ ആയിട്ടുള്ള ആൾ അയാളുടെ ബിസിനസ് നിർത്തുകയാണെങ്കിൽ ആ നിർത്തുന്നതിന് ഇമ്മീഡിയറ്റ്ലി മുമ്പ്, അതായത് തൊട്ട് മുമ്പ്, അയാൾ ബിസിനസ് നിർത്തുന്നതിന് തൊട്ട് മുമ്പ് അയാളുടെ അസറ്റുകളെല്ലാം സപ്ലൈ ആയിട്ട് കണക്കാക്കിയിരിക്കണം. അപ്പോൾ നോക്കിയേ, അസറ്റുകളല്ലേ സപ്ലൈ ആയിട്ട് കണക്കാക്കണ്ടേ? അതായത് നമ്മൾ വിറ്റതായിട്ട് കണക്കാക്കണ്ടേ? വിൽക്കുമ്പോൾ നമ്മൾ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യില്ലേ? അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സപ്ലൈ ഓഫ് സർവീസ് ആണോ? സപ്ലൈ ഓഫ് ഗുഡ്സ്. സിമ്പിൾ അല്ലേ? ഒന്നും കൂടെ നോക്കിയേ, നമ്മൾ കുറേ ബിസിനസ് അസറ്റുകൾ കാണും, നമ്മൾ ആ ബിസിനസ് നിർത്താൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ നമ്മൾ ആ ബിസിനസ് ഫുള്ളായിട്ട് നിർത്താൻ തീരുമാനിച്ചു, അസറ്റുകളൊന്നും വിറ്റില്ല. അപ്പം നമ്മുടെ ലോ പ്രകാരം പറയുന്നത് നിങ്ങൾ വിറ്റില്ലെങ്കിൽ പോലും ആ അസറ്റുകൾ മേൽ നിങ്ങൾ ഒരു ബെനിഫിറ്റ് എടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ട് എന്ത് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ആ സാധനങ്ങൾ നിങ്ങൾ നിർത്തുന്നതിന് തൊട്ട് മുമ്പ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം. അതൊരു ഗുഡ്സ് അല്ലേ? അതിൻ്റെ ടൈറ്റിലല്ലേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യൂ, അതിനെ വിറ്റതായിട്ട് സങ്കല്പിക്കാൻ പറ്റൂ. ടൈറ്റിലല്ലേ നമ്മൾ വിൽക്കുന്നത്, അതുകൊണ്ട് നമ്മൾ എന്താണ് ട്രീറ്റ് ചെയ്യണം? സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം. പക്ഷേ താഴെ പറഞ്ഞിരിക്കുന്ന 2 കേസിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട. ഈ 2 കേസിൽ ഈ സാധനം ആപ്ലിക്കബിൾ അല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കി. ദ ബിസിനസ് ഈസ് ട്രാൻസ്ഫേർഡ് ആസ് എ ഗോയിങ് കൺസേൺ ടു അനദർ പേഴ്സൺ. കണ്ടോ, നമ്മൾ ബിസിനസ് നിർത്തിയിട്ട് ആ സാധനത്തിന് അതുപോലെ ആ ഗോയിങ് കൺസേൺ, ഞാനിപ്പോൾ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക, ആ ബിസിനസ് ഞാൻ നിർത്താൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു, എടാ നിൻ്റെ ബിസിനസ് നീ നിർത്തണ്ട, അല്ലെങ്കിൽ നീ നിർത്തിക്കോ, അതൊരു ഓൺ ഗോയിങ് ബിസിനസ് അല്ലേ, തരക്കേടില്ലാത്ത സാധനം, ഞാൻ പൊടി തട്ടിയെടുത്ത് നല്ല അടിപൊളിയായിട്ട് കൊണ്ടു നടന്നോളാം, നീ എനിക്ക് താ. അപ്പോൾ ഞാൻ ആ ബിസിനസ് അതുപോലെ അവന് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം ഗവൺമെൻറ്റിന് ഒരു വട്ടം ടാക്സ് കിട്ടിയാൽ മതി. നമ്മൾ ആ മേടിച്ച അസറ്റുകൾക്ക് ഓൾറെഡി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്തിട്ടൊരു ബെനിഫിറ്റ് ഉണ്ട്. ആ അസറ്റ് നമ്മൾ നേരെ പുതിയൊരാൾക്കല്ലേ, ഓൺ ഗോയിങ് ആയിട്ടുള്ള ആ ബിസിനസ് പുതിയൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അയാൾ വരുന്ന കാലങ്ങളിൽ ടാക്സ് അടയ്ക്കും. അപ്പോൾ പിന്നെ നമ്മളെ സപ്ലൈ ആയിട്ട് കണക്കാക്കിയിട്ട് നമ്മുടെ നിന്നും ടാക്സ് മേടിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു സാധനത്തിന് മേൽ തന്നെ 2 വട്ടം ടാക്സ് വരത്തില്ലേ? അതായത് നമ്മൾ ആ സാധനം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അപ്പോഴും സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തു, നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിച്ചു. അപ്പോൾ മറ്റേ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അയാൾ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും, ടാക്സ് മേടിക്കത്തില്ലേ? അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓൺ ഗോയിങ് ബിസിനസ് നമ്മുടെ ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് പാർട്ടി കണ്ടുപിടിച്ചിട്ട് അയാൾക്കോ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് എന്തോ നോക്കി. ദ ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ ബൈ ദ പേഴ്സൺ റെപ്രസെൻറ്റേറ്റീവ്. ഓക്കെ, നമ്മുടെ ഏതെങ്കിലും റെപ്രസെൻറ്റേറ്റീവിന് അല്ലെങ്കിൽ ലീഗൽ ഹയറിന്, അതായത് ഞാൻ നടത്തുന്ന ബിസിനസ് എൻ്റെ മകന് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ കാലശേഷം എൻ്റെ മകൻ ആ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്നു. സെയിം അല്ലേ? നമ്മൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും നമ്മുടെ മകൻ ഏറ്റെടുത്ത് നടത്തുന്നത് രണ്ടും ഒരുപോലെ. ഓൺ ഗോയിങ് ബിസിനസ് ആണ്, ഫ്യൂച്ചറിൽ ടാക്സ് കിട്ടിക്കോളും. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കേണ്ട കാര്യം ഇല്ല. മനസ്സിലായില്ലേ? സിമ്പിൾ കാര്യമല്ലേ? ഇനി നമ്മൾ പറഞ്ഞേ, ഇപ്പോൾ 4 പോയിന്റ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? ട്രാൻസ്ഫർ, ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്താൽ സപ്ലൈ ഓഫ് ഗുഡ്സ്, അല്ല യൂസിന് വേണ്ടി മാത്രം, അതിൻ്റെ റൈറ്റ് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ്. ഓക്കെ, ലാൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് അതിന് ലീസിനോ റെൻറ്റിനോ എന്തിനു കൊടുത്താലും നമ്മൾ അതിനെ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് എടുക്കും. ഓക്കെ, ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോസസ്, നമ്മുടെ കയ്യിലുള്ള ഗുഡ്സ് നമ്മൾ മറ്റൊരാൾക്ക് ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടോ കൊടുക്കുകയാണെങ്കിൽ അതിനെ സപ്ലൈ ആയിട്ട് കണക്കാക്കുക, പക്ഷേ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കുക. അടുത്തെന്ന് പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്, നമ്മുടെ ബിസിനസ് അസറ്റുകൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. സിമ്പിൾ കാര്യം. 3 എന്തൊക്കെയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ? ഒന്നാമത്, നമ്മുടെ അസറ്റ് പെർമനൻ്റ്ലി വിത്തൗട്ട് കൺസിഡറേഷനോ അല്ലെങ്കിൽ കൺസിഡറേഷനോ വെച്ചിട്ട് നമ്മൾ ഒരാൾക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്തു, ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തു. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കണക്കാക്കാം. അടുത്ത, ഒരു ഓണർ നമ്മുടെ ബിസിനസ് പ്രോപ്പർട്ടി വേറെ ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടോ ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തോ? ഇല്ല. അപ്പോൾ നമ്മളതിനെ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കാം. മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞാൽ? ഒരാൾ സീസസ്, അയാളുടെ ബിസിനസ് നിർത്തി. അങ്ങനെ നിർത്തുകയാണെങ്കിൽ നിർത്തുന്നതിന് തൊട്ട് മുമ്പ് നമ്മളതിനെ സപ്ലൈ ആയിട്ട് കണക്കാക്കുകയും ആ സാധനത്തിന് മേൽ GST അടക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ അതിനെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് വേണം കണക്കാക്കാനെന്ന് നമ്മൾ പഠിച്ചു. കാരണം നമ്മളതിനെ സപ്ലൈ വിറ്റതായിട്ട് കണക്കാക്കല്ലേ, വിൽക്കുമ്പോൾ ടൈറ്റിലല്ലേ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളതിനെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കണക്കാക്കി. 2 കാര്യങ്ങളിൽ വേണ്ട. നമ്മുടെ റെപ്രസെൻറ്റേറ്റീവിന് ആ സാധനം ബിസിനസ് കൈമാറുകയാണെങ്കിൽ വേണ്ട, കാരണം ഫ്യൂച്ചറിൽ അവൻ ടാക്സ് അടച്ചോളും. അല്ല, നമ്മൾ ഓൺ ഗോയിങ് ബിസിനസ് ആയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും വേണ്ട, കാരണം അയാൾ ഫ്യൂച്ചറിൽ ടാക്സ് അടച്ചോളും. ഓക്കെ, ഇനി 5-ാമത്തെ നോക്കിയേ, സപ്ലൈ ഓഫ് സർവീസ്. അതിൽ തന്നെ ഉണ്ടല്ലേ ഒരു സർവീസിൻ്റെ സപ്ലൈ. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ താഴെ പറയുന്ന ഇത്ര ഐറ്റം ABCDEF, ഈ താഴെ പറയുന്ന 6 ഐറ്റംസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ല, സപ്ലൈ ഓഫ് സർവീസ് തന്നെയാണ് അല്ലേ? ABCDEF, ഈ 6 ഐറ്റംസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതിനകത്ത് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ നമുക്ക് എന്താ നോക്കാം അല്ലേ?
റെൻറ്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. നേരത്തെ പറഞ്ഞ കാര്യമല്ലേ, നമ്മൾ റെൻറ്റിങ് ഓഫ് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞു. ഏതായിരുന്നു? ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെ ഓൾറെഡി ഇത് കവർ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇവിടെ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മാത്രമല്ല ഒരു ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഇപ്പോൾ ഒന്ന് സങ്കല്പിച്ച് നോക്കി, നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി, നമുക്ക് വലിയൊരു മെഷീനറി ഉണ്ട്. ആ മെഷീനറി നമ്മൾ ഒരു ബേസ്മെൻറ്റ് കെട്ടി ആ ബേസ്മെൻറ്റിൽ ലാൻഡിൽ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കുന്നു. അപ്പോഴും എന്ത് തന്നെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ റിമൂവബിൾ പ്രോപ്പർട്ടിയാണ്, അതിന് ഗുഡ്സ് ആയിട്ട് കണക്കാൻ പറ്റില്ല, അതുകൊണ്ടത് സർവീസ് തന്നെയാണ്. അടുത്ത എന്താ നോക്കി, വായിച്ച് നോക്കിയാൽ മതി. അതായത് കൺസ്ട്രക്ഷൻ ഓഫ് എ കോംപ്ലക്സ് ബിൽഡിംഗ്, സിവിൽ സ്ട്രക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹോൾലി ഓർ പാർട്ട്ലി സർട്ടിഫിക്കറ്റ് ഓഫ് ഓപ്പറേഷൻ നിങ്ങൾ വായിച്ച് നോക്കിയാൽ ഒന്നുമില്ല. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വെച്ച് കൊടുക്കുക, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വെച്ച് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയാണെങ്കിൽ എന്തായിട്ട് കണക്കാക്കിയാൽ മതി? സിമ്പിളായിട്ട് എന്തായിട്ട്? സർവീസായിട്ട് കണക്കാക്കിയാൽ മതി. കാരണം നിങ്ങളപ്പോൾ ചിന്തിച്ച് നോക്കിയാൽ, ഞാനൊരു കോൺട്രാക്ട് കൊടുത്തു, ഒരാൾക്ക് ഒരു കോൺട്രാക്ട് കൊടുത്തു ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു ചെറിയൊരു വീട് വെക്കാനുള്ള കോൺട്രാക്റ്റാണ് കൊടുത്തത്. അത്യാവശ്യം വലിയ തരക്കേടില്ലാത്ത ഒരു സാമാന്യം തെറ്റില്ലാത്ത ഒരു ചെറിയ വീട് വെക്കാനാണ് കോൺട്രാക്ട് കൊടുത്തത്. 10 ലക്ഷം രൂപയെ ഞാൻ കൊടുത്തോളൂ, സ്ഥലവും കാണിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ അതിൽ കുറേ കല്ലും മണ്ണും സിമെൻറ്റും അങ്ങനെയുള്ള കുറേ ഗുഡ്സുകൾ ഉപയോഗിച്ചു, എനിക്ക് വീടും കെട്ടി കുറേ സർവീസുകളും ചെയ്തു തന്നു, എനിക്ക് ആ വീട് തന്നു. അപ്പോൾ അതിൽ ഗുഡ്സും ഉണ്ട് സർവീസും ഉണ്ട് അല്ലേ? അതിലെന്തുണ്ട്? ഗുഡ്സും ഉണ്ട് സർവീസും ഉണ്ട്. പിന്നെ നമ്മൾ സപ്ലൈ ഗുഡ്സായിട്ട് എടുക്കും, സപ്ലൈ സർവീസായിട്ട് എടുക്കും അല്ലേ? ഒരു കൺഫ്യൂഷൻ വന്നില്ലേ? അത് നമ്മൾ താഴോട്ട് ഇനി വരുമ്പോൾ പഠിക്കും. അങ്ങനെയുള്ള ഐറ്റത്തിനാണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഇവിടെ നമ്മൾ ലോ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ബിൽഡിംഗ് കെട്ടി, ഒരു സിവിൽ സ്ട്രക്ചർ കെട്ടി, അത് മൊത്തത്തിൽ കെട്ടി അല്ലെങ്കിൽ പാർഷ്യലി കെട്ടി, ഒരു കൺസിഡറേഷന് വേണ്ടിയിട്ടാണ്, അതിന് സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മളൊരു ബിൽഡിംഗ് വെച്ച് കൊടുത്തു, അതിനാണെങ്കിൽ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ തന്നെ ലോ പറഞ്ഞിട്ടുണ്ട്, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞു. അടുത്ത എന്താണെന്ന് നോക്കിയേ, ടെമ്പററി ട്രാൻസ്ഫർ ഓർ പെർമിറ്റിംഗ് ദ യൂസ് ഓർ എൻജോയിങ് ഓഫ് എനി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. കണ്ടോ, ടെമ്പററി ട്രാൻസ്ഫർ ആണ്. ടെമ്പററി ആയിട്ട് നമ്മളെ ഏതെങ്കിലും ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നമ്മൾ ഒരാൾക്ക് കൊടുത്തു, യൂസ് ചെയ്യാനായിട്ട് കൊടുത്തു, അത് എൻജോയ് ചെയ്യാനായിട്ട് കൊടുത്തു. നമ്മൾ സ്ഥിരം പറയുന്ന ഉദാഹരണം എന്താണ്? മാക്ഡൊണാൾഡ്സ് അല്ലെങ്കിൽ ഷിക്കിങ്, ഇതൊക്കെ നടത്തുന്നത് അവർ നേരിട്ട് വന്നിട്ടാണോ? അല്ല, അവരുടെ പേര് അല്ലേ, അവർക്കുള്ള പേറ്റൻറ്റ്, അവരുടെ കോപ്പി റൈറ്റ് അല്ലേ, അവരുടെ റെസിപ്പി നമുക്ക് തരികയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കാണെങ്കിൽ ആ ബുക്കിൻ്റെ കോപ്പി റൈറ്റ് നമുക്ക് തരികയാണ്. അതാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സപ്ലൈ ആണെങ്കിൽ അതിനെ സപ്ലൈ ഓഫ് സർവീസായിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അടുത്തത് നോക്കിയേ, ഡെവലപ്മെൻറ്റ്, ഡിസൈൻ, പ്രോഗ്രാമിംഗ്, കസ്റ്റമൈസിങ്, അഡാപ്റ്റിംഗ്, അപ്ഗ്രേഡിംഗ്, എൻഹാൻസിങ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി സോഫ്റ്റ്വെയർസ്. അതായത് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ, എൻ്റെ കമ്പനിക്ക് ഒരു സോഫ്റ്റ്വെയർ വേണം, കുറേ പ്രത്യേക യൂസുകളൊക്കെ വെച്ചിട്ട് ഒരു സോഫ്റ്റ്വെയർ വേണം. ഞാനൊരു IT കമ്പനിയോട് പറയാം, IT കമ്പനി എൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം വെച്ചിട്ട് ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത് തന്നു. അതിൽ ഞാൻ നോക്കിയപ്പോൾ പിന്നെയും കുറച്ച് കസ്റ്റമൈസേഷനും കൂടെ വരുത്തി. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ പുതിയൊരു ടെക്നോളജി വന്നു, അതുപോലെ അപ്ഗ്രേഡ് ചെയ്ത് തന്നു, അങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തന്നു. ഇത് കണക്കുള്ള സോഫ്റ്റ്വെയർ, ഇൻഫർമേഷൻ ടെക്നോളജിയായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും എന്തായിട്ട് കണക്കാക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്? സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കണം, സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കണക്കാക്കാൻ പാടില്ല. ഒരു സോഫ്റ്റ്വെയർ നമ്മൾ മേടിച്ചു, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തു, അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു, നമ്മൾ കസ്റ്റമൈസ് ചെയ്തു, ഇങ്ങനെയുള്ള സർവീസുകൾക്കൊക്കെ കൊടുക്കുന്ന പൈസ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടല്ല, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അതിൽ നമ്മൾ GST ഈടാക്കിക്കണമെന്നാണ് ലോ പറയുന്നത്. ഞാൻ നോക്കി, agreeing to the obligation to refrain from an act or to tolerate an act or a situation or to do an act. അതായത് ഏതെങ്കിലും ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വക്കീൽ ഒരു കേസിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കേസിൽ ഹാജരാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വക്കീൽക്ക് ഒരു വക്കീൽ ഫീസ് കൊടുക്കുകയാണ്. അതായത് ആ ആക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടുന്ന പൈസകളില്ലേ, അതായത് ഏതെങ്കിലും ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ഏതെങ്കിലും ഒരു കാര്യം ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെയുള്ള സർവീസുകൾക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ, അതിന് നമ്മൾ GST സപ്ലൈ ഓഫ് സർവീസ് എന്ന രീതിയിൽ വേണം ഈടാക്കാൻ. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ടീച്ചർക്ക് നമ്മൾ ഫീസ് കൊടുക്കുന്നു, അതെന്താണ്? സപ്ലൈ ഓഫ് സർവീസാണ് അല്ലേ? നമ്മൾ ടീച്ചർക്ക് ഒരു സർവീസ് തരുന്നതിനാണ് ഫീസ് കൊടുക്കുന്നത്, അതൊരു ആക്ട് ചെയ്യുന്നതിന്. ഇനി ഒരു വക്കീലിനോട് ഒരു കേസിൽ ഹാജരാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുക്കുന്നു, അതെന്താണ്? അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്, അല്ലെങ്കിൽ റിഫ്രെയിൻ ഫ്രം ഡൂയിങ് അല്ലേ? ആ ഒരു ആക്ടിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുക്കുന്നു. അതിന് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കി, നമുക്ക് അറിയാവുന്ന കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ടു യൂസ് എനി ഗുഡ്സ്. നോക്കി, നമ്മുടെ ഏതെങ്കിലും ഗുഡ്സ് അത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഒരാൾക്ക് കൊടുത്തു, നമ്മൾ ഒരാൾക്ക് കൊടുത്തു. ഫോർ ക്യാഷിന് വേണ്ടിയിട്ടായിക്കോട്ടെ, ഡെഫേർഡ് പേയ്മെൻറ്റ്, അതായത് കാലാകാലങ്ങളിൽ നമുക്ക് പൈസ തരുന്ന ഒരു പേയ്മെൻറ്റ് സിസ്റ്റം വഴി ആയിക്കോട്ടെ, ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും വാല്യുബിൾ കൺസിഡറേഷൻ, വേറെ ഏതെങ്കിലും കൺസിഡറേഷൻ വെച്ചായിക്കോട്ടെ, ഓക്കെ, സമ്മതിച്ചാൽ ഒന്നും വേണ്ട, നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് മാത്രം മതി. നമ്മുടെ ഗുഡ്സ് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തോ? ഇല്ല, അതിനെന്തെന്ന് വിളിക്കാം? സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് വിളിക്കാം. അപ്പോൾ അഞ്ചാമത്തെ പാരഗ്രാഫിൽ
എഫ് വരെയുള്ള 6 പോയിന്റുകളുണ്ട്. നമുക്ക് ഒന്നും കൂടെ റീവൈൻഡ് ചെയ്യാം. ഒന്നാമത്തത് റെൻ്റൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അത് സർവീസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ഏതെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, സിവിൽ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്തു, അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സസ് കൺസ്ട്രക്ട് ചെയ്തു, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ സർവീസിനെ അതിനെ നമ്മളൊരു സപ്ലൈ ഓഫ് സർവീസായിട്ട് കണക്കാക്കുക. അടുത്തത് എന്താ പറയുന്നത്, നമ്മുടെ ഏതെങ്കിലും ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നമ്മൾ കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ടോ ടെമ്പററി ആയിട്ടോ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു, സെയിം സർവീസായിട്ട് കണക്കാക്കുക. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു, അതിൽ അപ്ഗ്രേഡേഷൻ നടത്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സപ്ലൈ ഓഫ് സർവീസായിട്ട് കണക്കാക്കുക. അടുത്ത ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളെയും സപ്ലൈ ഓഫ് സർവീസായിട്ട് കണക്കാക്കുക. അടുത്തത് ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്, നമ്മുടെ ഏതെങ്കിലും ഒരു ഗുഡ്സ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. നേരത്തെ പറഞ്ഞ കാര്യം, ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തില്ല, അപ്പോൾ തന്നെ അതിനെ നമ്മൾ സപ്ലൈ ഓഫ് സർവീസായിട്ട് കണക്കാക്കി. ഇനി 2 പോയിന്റ് കൂടാണുള്ളത്, 6ഉം 7ഉം. ഇപ്പോൾ നമ്മൾ എത്ര എണ്ണം പിടിച്ചു? 1, 2, 3, 4, 5 എണ്ണം പിടിച്ചു അല്ലേ? 5 എണ്ണം എന്തൊക്കെയാണെന്ന് നോക്കിയേ. ആദ്യത്തെ ട്രാൻസ്ഫർ, ആദ്യത്തെ എന്താണ് ട്രാൻസ്ഫർ, ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്താൽ ഗുഡ്സ്, ടൈറ്റിലല്ല യൂസ് മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ സർവീസ്. ലാൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ സർവീസ്. അടുത്ത പ്രോസസ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്, അപ്പോഴും സർവീസ്. ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്, ബിസിനസ് അസറ്റ് പെർമനൻ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്താണെങ്കിൽ നമ്മൾ അതിനെ ഗുഡ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അല്ല നമ്മുടെ ഓണർ നമ്മുടെ ബിസിനസ് പ്രോപ്പർട്ടി ബിസിനസ് അസറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട്, അല്ലെങ്കിൽ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് എടുത്തെങ്കിൽ അതിനെ സപ്ലൈ ഓഫ് സർവീസായിട്ട് കണക്കാക്കി. ഇനി ഒരാൾ ബിസിനസ് നിർത്തുകയാണ്, അങ്ങനെയാണെങ്കിൽ നിർത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അതിനെ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. ആ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാമെന്ന് ലോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2 സിറ്റുവേഷനിൽ വേണ്ട. ഏതൊക്കെയാണ്? ഒരു ഓൺ ഗോയിങ് ബിസിനസ്സിനെ അതുപോലെ ഒരാളെ ഏറ്റെടുത്താൽ വേണ്ട, അല്ലെങ്കിൽ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്, അതായത് നമ്മുടെ പിന്മുറക്കാർ, അല്ലെങ്കിൽ നമ്മുടെ മകനോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അയാളിലേക്ക് കൈമാറുകയാണെങ്കിൽ അപ്പോഴും വേണ്ടെന്ന് പറഞ്ഞു. ഇനി താഴെ പറയുന്ന 5ാമത്തെ പോയിന്റിൽ പറയുന്ന ഒരു 6 ഐറ്റംസിനെ നിങ്ങൾ സർവീസായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. അത് നോക്കി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അപ്പോൾ തന്നെ പറഞ്ഞു സർവീസ്. കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഇപ്പോൾ തന്നെ പറഞ്ഞു സർവീസ്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് കൊടുത്തു, അപ്പോൾ തന്നെ സർവീസ്. ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുത്തു, സർവീസ്. ഒരു ആക്ട് ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്തു, ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു, സർവീസ്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തില്ല, അവിടെ എന്ത് സർവീസ്. ഇനി 2 ഐറ്റമേ ഉള്ളൂ, കോമ്പോസിറ്റ് സപ്ലൈയും സപ്ലൈ ഓഫ് ഗുഡ്സും. കോമ്പോസിറ്റ് സപ്ലൈയും സപ്ലൈ ഓഫ് ഗുഡ്സും. ഇതിൽ ഈ കോമ്പോസിറ്റ് സപ്ലൈ നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കാര്യമാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. വർക്ക്സ് കോൺട്രാക്ട് സർവീസ് എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് സർവീസ് ആണ്. അപ്പോൾ നോക്കാം, നമുക്ക് വർക്ക്സ് കോൺട്രാക്ട് സർവീസ് എന്താണെന്ന് നോക്കാം അല്ലേ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതിന് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, വർക്ക്സ് കോൺട്രാക്ട് സർവീസായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് നമ്മളൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾക്ക് കോൺട്രാക്ട് കൊടുത്തത്, വീട് വെച്ച് കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് മൊത്തം നമ്മളൊരു പൈസ കൊടുത്തു അല്ലേ, മൊത്തമായിട്ട് നമ്മളൊരു പൈസ കൊടുത്തു. ആ കൊടുക്കുന്ന പൈസ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ആ ബിൽഡിങ്ങിൻ്റെ നമ്മുടെ കല്ലും സിമെൻറ്റും മണലും അങ്ങനെയുള്ള കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് അയാൾ ഉപയോഗിച്ചത്. പക്ഷേ വീട് വെക്കുക എന്നുള്ളതിനെ നമ്മൾ സർവീസായിട്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതിന് നമ്മളൊരു വർക്ക്സ് കോൺട്രാക്റ്റ് ആണ്, അതിനെ സർവീസായിട്ട് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ സെയിം എക്സാമ്പിൾ ഇവിടെ ഓർത്താൽ മതി, അതൊരു വർക്ക്സ് കോൺട്രാക്റ്റിൻ്റെ എക്സാമ്പിളാണ്. പോയിന്റ് എന്താ നോക്കിയേ, സപ്ലൈ ബൈ വേ ഓഫ് ഓർ ആസ് പാർട്ട് ഓഫ് എനി അതർ സർവീസ് ഓർ ഇൻ എനി അതർ മാനർ വാട്ട്സോഎവർ ഓഫ് ഗുഡ്സ് ബീങ് ഫുഡ് ഓർ എനി അതർ ആർട്ടിക്കിൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ ഓർ എനി ഡ്രിങ്ക്സ് അതർ ദാൻ ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന സങ്കല്പിക്കുക. നമ്മൾ എവിടെയെങ്കിലും ഒരു ട്രിപ്പ്, ഗോവയ്ക്ക് ഒരു ട്രിപ്പ് പോയപ്പോൾ അവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തപ്പോൾ അവർ രാവിലെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നുണ്ട്, അതായത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് തരുന്നുണ്ട്. സത്യത്തിൽ അത് കോംപ്ലിമെൻ്ററി ഒന്നല്ല കേട്ടോ, നമ്മൾ ആദ്യമേ ബുക്ക് ചെയ്യുമ്പോൾ അടയ്ക്കുന്ന പൈസയില്ലേ, ആ അടയ്ക്കുന്ന പൈസയ്ക്കകത്ത് അവർ ഈ ഫുഡിന് വേണ്ടിയിട്ടുള്ള പൈസയും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നമുക്ക് ഫുഡും വാട്ടറും തരാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ അത് പറ്റില്ല. നമ്മൾ റൂം ബുക്ക് ചെയ്താൽ അവിടെ ഇത്ര നേരത്തേക്കാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ ഫുഡും വേണം. അപ്പോൾ അത് കോമ്പോസിറ്റ് ആണ് അല്ലേ, അത് നിങ്ങൾക്ക് കോമ്പോസിറ്റ് എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കിയാൽ മതി. നമ്മളൊരു ഹോട്ടലിൽ റൂം എടുത്തു, അവർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നു, അല്ലെങ്കിൽ കുറച്ച് വാട്ടർ തരുന്നു, അല്ലെങ്കിൽ ജ്യൂസ്, വെൽക്കം ഡ്രിങ്ക് തരുന്നു. ഇതൊക്കെ എന്താണ്, ഈ പറഞ്ഞ സാധനത്തിന് എക്സാമ്പിളാണ്. ഇതിന് നമ്മൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് എടുക്കേണ്ട, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് എടുത്താൽ മതി. സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് എടുക്കേണ്ട, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് എടുത്താൽ മതി. അതായത് കോമ്പോസിറ്റ് സപ്ലൈ ആണ് വരുന്നതെങ്കിൽ അവിടെ സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ല, സപ്ലൈ ഓഫ് സർവീസ് ആണ്. കോമ്പോസിറ്റ് സപ്ലൈ ആണെങ്കിൽ അവിടെ സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ല, സപ്ലൈ ഓഫ് സർവീസ് ആണ്. അത് നിങ്ങൾക്ക് കോമ്പോസിറ്റ് സപ്ലൈ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഇനി അടുത്ത എന്താ നോക്കിയേ, സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ താഴെ പറയുന്ന ഈ ഒരു ഐറ്റം സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിരിക്കണം. എന്താ നോക്കിയേ, സപ്ലൈ ഓഫ് ഗുഡ്സ് by an uncorporated association or body of person to a member thereof for cash, deferred payment or other valuable consideration. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു ക്ലബ്ബ്, ആ ക്ലബ്ബിലുള്ള ഒരു ടി വി നമുക്ക് പുതിയൊരു ടി വി ഒരാൾ ഡൊണേറ്റ് ചെയ്തപ്പോഴത്തേക്ക്, കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ആ പഴയ ടി വി വിൽക്കാൻ തീരുമാനിച്ചു. പഴയ ടി വി അവിടുത്തെ തന്നെ ഒരു മെമ്പറാണ് ആ ടി വി മേടിച്ചോളാന്ന് സമ്മതിച്ചത്. ആൾ കുറച്ച് പൈസ തന്നിട്ടായിരിക്കും മേടിക്കുന്നത്.
അപ്പോൾ അതിന് നമ്മൾ എന്ത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് ലോ പ്രകാരം പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്, ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബോഡി, അതായത് കുറേ ആൾക്കാർ കൂടി ചേർന്നിട്ടുള്ളൊരു സംഘടന, ആ സംഘടന അവരുടെ മെമ്പേഴ്സിന് തന്നെ ഏതെങ്കിലും ഒരു ഗുഡ്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഗുഡ്സിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തു, നമ്മൾ അതിനെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഷെഡ്യൂൾ 2 കഴിഞ്ഞു. ഷെഡ്യൂൾ 2 നമുക്കൊന്നും കൂടെ നോക്കാം. അതിന് തൊട്ടൊന്നും കൂടെ പറയാം. ഒന്നാമത്തെ ട്രാൻസ്ഫർ, ഗുഡ്സിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്താൽ സപ്ലൈ ഓഫ് ഗുഡ്സ്, ടൈറ്റിലെല്ലാം യൂസ് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് കഴിഞ്ഞു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്, അതിൻ്റെ ലീസും റെൻറ്റും ടെനൻസി എല്ലാം നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കാം. മൂന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ്, നമ്മുടെ ഏതെങ്കിലും ഗുഡ്സ് വേറെ ഒരു പ്രോസസ്സ് ചെയ്യാനോ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ കൊടുക്കുകയാണെങ്കിലാണ് നമ്മൾ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കാം. ഇനി ബിസിനസ് അസറ്റ് മൊത്തത്തിൽ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ ഉൾപ്പെടെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കണക്കാക്കുക. അല്ല നമ്മൾ യൂസ് ചെയ്യാനാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പേഴ്സണൽ യൂസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കുക. മൂന്നാമത് നമ്മളൊരു ബിസിനസ് നിർത്തുന്നതിന് തൊട്ട് മുമ്പ് അതിനെ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കുക. ആ ഗുഡ്സിനെ എല്ലാം സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടും ട്രീറ്റ് ചെയ്യുക. രണ്ട് സിറ്റുവേഷനിൽ വേണ്ട. ഏതാണ്, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവിന് കൊടുക്കുക, ഓൺ ഗോയിങ് കൺസേൺ, അതുപോലെ ഒരു ഓൺ ഗോയിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കൊടുക്കുകയാണെങ്കിൽ അവിടെ വേണ്ട. അതിന് നമ്മൾ രണ്ട് സിറ്റുവേഷനിൽ വേണ്ട. അടുത്ത ഈ താഴെ പറയുന്ന 6 ഐറ്റത്തിന് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കുക. ഏതൊക്കെയായിരുന്നു? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുക്കുക, ബിൽഡിംഗ്, ഡാം അങ്ങനെയുള്ള കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുക, നമ്മുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ടെമ്പററി ആയിട്ട് ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക, ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ആക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുക. അടുത്ത എന്തായിരുന്നു, ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത്, ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ടു യൂസ് എ ഗുഡ്സ്, നമ്മുടെ കയ്യിലുള്ള ഗുഡ്സ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അടുത്ത കോമ്പോസിറ്റ് സപ്ലൈയിൽ ഒന്നാമത് പറഞ്ഞ എന്തോ വർക്ക്സ് കോൺട്രാക്ട്, ഏതെങ്കിലും വർക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞുള്ള കോൺട്രാക്ട്. നമ്മൾ ലേബറിനെയൊക്കെ വിളിക്കത്തില്ലേ, അതായത് ഗൾഫിലേക്ക് ഒരുപാട് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിനൊക്കെയുള്ള ലേബർ കോൺട്രാക്റ്റുകൾക്കാണ് പോകുന്നത്. അതായത് ഏതെങ്കിലും ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡിങ്ങിൽ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വലിയ ലേബർ കമ്പനികളെ സമീപിക്കും. ആ കമ്പനി ഇതിനൊക്കെയുള്ള നമ്മുടെ കണക്കുള്ള പാവപ്പെട്ട കുറേ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും. അവരെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുക. ഇങ്ങനെയുള്ള വർക്ക്സ് കോൺട്രാക്റ്റുകളെല്ലാം സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അടുത്ത പോയിന്റ് എന്തായിരുന്നു, കോമ്പോസിറ്റ് സപ്ലൈ. അതായത് നമ്മളൊരു ഹോട്ടലിൽ റൂം എടുക്കാൻ സങ്കല്പിക്കുക, അവർ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നു, അതിന് നമ്മൾ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു രാജധാനി എക്സ്പ്രസ്സിൽ ഒരു ലോങ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു ട്രാവൽ ചെയ്യുക, ഒരു 2 ദിവസം 3 ദിവസമുള്ള ഒരു ട്രാവൽ ചെയ്യാൻ സങ്കല്പിക്കുക. അവർ നമ്മൾ ടിക്കറ്റ് മേടിക്കുമ്പോൾ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ നമുക്കുള്ള ഫുഡും കൂടെ തരും അതിൽ, ഇല്ലേ? നല്ലൊരു AC കോച്ചൊക്കെ ആണെങ്കിൽ തരും. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ടിക്കറ്റിൻ്റെ പൈസ ഈടാക്കുമ്പോൾ തന്നെ അതിൽ എന്ത് ഈടാക്കിയിട്ടുണ്ട്, ഈ ഫുഡിൻ്റെ പൈസ ഈടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഫുഡ് വേറെ ട്രാവൽ വേറെ അല്ല, രണ്ടും ഒരുമിച്ചാണ്. ട്രാവൽ ചെയ്യാൻ വേണ്ടി ഫുഡ് എസെൻഷ്യലാണ്, അതിന് നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് വിളിക്കും, നമ്മൾ താഴെ പഠിക്കും. അപ്പോൾ അതിലെ ഗുഡ്സിനെ നമ്മൾ അതിൽ തരുന്ന ആ ഫുഡിനെയോ അല്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ തരുന്ന വെള്ളത്തിനെയോ ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, രണ്ടിനെയും സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി എന്നാണ് 6ാമത്തെ പോയിന്റിലെ 2ാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി അടുത്ത 7ാമത്തെ എന്തോ, നമ്മുടെ ഏതെങ്കിലും ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻകോർപ്പറേറ്റഡ് അല്ലാത്ത ഏതെങ്കിലും ഒരു അസോസിയേഷനിലെയോ ഒരു ബോഡി ഓഫ് പേഴ്സൺസിലെയോ ഏതെങ്കിലും ഒരു അസറ്റിന് ഒരു ഗുഡ്സിനെ അതിലെ മെമ്പർക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തു ഒരു കൺസിഡറേഷന് വേണ്ടിയിട്ട്, ഒരു കൺസിഡറേഷനോട് കൂടി. അങ്ങനെയാണെങ്കിൽ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക, സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനാണ് ഷെഡ്യൂൾ 2 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഷെഡ്യൂൾ 3 നെഗറ്റീവ് ലിസ്റ്റ്. ഈ ഷെഡ്യൂൾ 3യിൽ പറയുന്ന ഈ ഐറ്റംസിനെ നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട എന്നാണ് ഷെഡ്യൂൾ 3 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ 8 ഐറ്റം ആണുള്ളത്. അതിൽ മൊത്തം എത്ര ഐറ്റം ആണുള്ളത്? 8 ഐറ്റം. നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് എഴുതിയെടുക്കാം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിൽ, പുതിയ ടെക്സ്റ്റിലുണ്ട്, അതായത് 2020 റിവൈസ് ചെയ്തേക്കുന്ന ടെക്സ്റ്റിലുണ്ട്, നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഇത് നോക്കി എഴുതിയെടുക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ നോക്കാം. സർവീസ് ബൈ ആൻ എംപ്ലോയി ടു ദ എംപ്ലോയർ ഇൻ കോഴ്സ് ഓഫ് റിലേഷൻ ടു ദ എംപ്ലോയ്മെൻറ്റ്. അതായത് എംപ്ലോയ്മെൻറ്റിന് വേണ്ടി നമ്മുടെ എംപ്ലോയർക്ക് ഒരു സർവീസ് കൊടുത്തു. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി അല്ലേ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാലറി? നമ്മൾ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടല്ലേ നമ്മുടെ എംപ്ലോയർക്ക് ഒരു സർവീസ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അയാൾ നമ്മൾ സാലറി തരുന്നത്. ആ സാലറിയിൽ GST കട്ട് ചെയ്യേണ്ട എന്നാണ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. സാലറിയിൽ അപ്പം GST കട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു. ഇനി 2ാമത്തെ പോയിന്റ് എന്താ നോക്കിയേ. ഫംഗ്ഷൻ പെർഫോംഡ് ബൈ MP, MLA അല്ലെങ്കിൽ MLC, മെമ്പർ ഓഫ് ലോക്കൽ അതോറിറ്റി, മുനിസിപ്പാലിറ്റി, മെമ്പർ ഓഫ് പഞ്ചായത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ വരുന്നതല്ലേ അല്ലേ. എംപ്ലോയർക്ക് കൊടുത്തു. ഈ MLAയും MPയും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഈ MLAയും MP ഒക്കെ എന്തല്ല, അവർ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ വരുന്നതല്ല. അപ്പോൾ അവർക്ക് കൊടുക്കത്തില്ലേ നമ്മൾ സാലറി, അതിൽ എന്ത് ഡിഡക്റ്റ് ചെയ്യേണ്ട, അതിന് GST ഡിഡക്റ്റ് ചെയ്യേണ്ട, അതുകൊണ്ട് അതിനെ സപ്ലൈ ആയിട്ട് കണക്കാക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത 3ാമത്തെ പോയിന്റ് നോക്കിയേ. ഡ്യൂട്ടി പെർഫോംഡ് ബൈ ഹു ഹോൾഡ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് MLAയും MP ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകൾ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർക്ക് കിട്ടുന്ന സാലറിയും നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, ആ സാലറിയിൽ GST ഡിഡക്റ്റ് ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നോക്കിയേ. ഡ്യൂട്ടി പെർഫോംഡ് ബൈ എനി പേഴ്സൺ ആസ് ചെയർപേഴ്സൺ, മെമ്പർ ഓർ ഡയറക്ടർ ഇൻ ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി. അതായത് നമ്മുടെ ഗവൺമെൻറ് തന്നെ കുറേ ഇപ്പം ഏതെങ്കിലും
എന്ത് കാര്യം വന്നാൽ ഇപ്പം നമുക്ക് തന്നെ ഇവിടെ കൊറോണ വന്നു അല്ലേ, അപ്പോൾ കൊറോണയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടും അവിടുത്തെ ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടും റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടും ഗവൺമെൻറ് അപ്പം തന്നെ ഓരോ സ്ഥലത്ത് ഞൊടിയിടയിൽ ഒരു ടീം ഫോം ചെയ്യും അല്ലേ. ആ ടീമിന് ഒരു ചെയർമാനും വൈസ് ചെയർപേഴ്സണും കാര്യങ്ങളൊക്കെ കാണും. അതിനകത്ത് കുറേ ആൾക്കാർ കാണും, അതായത് ഡോക്ടേഴ്സ് കാണും, ഇത് കണക്കുള്ള നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ കാണാൻ ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബോർഡുകളിലെ ചെയർമാന് അങ്ങനെയുള്ള ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നെങ്കിലും അവർക്ക് കിട്ടുന്ന സാലറിയും നിങ്ങൾ സത്യത്തിൽ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട എന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിളാണ്, 1-2 പോയിന്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെ. എന്ത്? സാലറി ഇനത്തിൽ കിട്ടുന്ന പൈസ നിങ്ങൾ GSTയിൽ സാലറി ഇനത്തിൽ കിട്ടുന്ന പൈസ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട. അതായത് സാലറി കിട്ടിയാൽ GST കട്ടാവൂല, സാലറി കിട്ടിയാൽ GST കട്ടാവൂല. സിമ്പിൾ സാധനം. ഒന്നാമത്തെ എന്തുവായിരുന്നു? ഒരു എംപ്ലോയിക്ക് സർവീസ് കൊടുത്തു, പകരം സാലറി കിട്ടി, GST ഇല്ല, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട. MLA MPക്ക് കിട്ടി, ട്രീറ്റ് ചെയ്യേണ്ട. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആർക്കെങ്കിലും പൈസ കിട്ടി, വേണ്ട, ട്രീറ്റ് ചെയ്യേണ്ട. അടുത്ത നമ്മൾ ഏതെങ്കിലും ബോർഡുകൾ, ഗവൺമെൻറ്റിൻ്റെ തന്നെ ഏതെങ്കിലും ബോർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ബോർഡിലെ ഡയറക്ടർ, ചെയർമാൻ ഇവർക്കൊക്കെ പൈസ കിട്ടുന്നെങ്കിൽ അതും നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട? ഇതായിട്ട് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം നോക്കിയേ, സർവീസ് ബൈ കോർട്ട് ഓർ ട്രൈബ്യൂണൽ. സർവീസ് ബൈ കോർട്ട് ഓർ ട്രൈബ്യൂണൽ. സെയിം, നമ്മുടെ കോർട്ടോ ട്രൈബ്യൂണലോ, അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കോർട്ടിൽ ഒരു കേസ് സ്യൂ ചെയ്യാൻ സങ്കല്പിക്കുക. ആ കേസ് സ്യൂ ചെയ്യുമ്പോൾ നമ്മൾ കോർട്ട് ഫീസ് അടയ്ക്കണം ഇല്ലേ? കോർട്ടിൽ ഫീസ് അടയ്ക്കണം, വെറുതെ കേസ് എടുത്താൽ പറ്റില്ല. ചെറുതായിട്ട് കോർട്ടിൽ ഒരു ചെറിയ ഫീസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഒരു കേസിൽ തന്നെ ന്യായവും കാണും, അന്യായം കാണും, സത്യം പറയുന്ന ആളും കാണും, കള്ളം പറയുന്ന ആളും കാണും. അപ്പം ആ സത്യത്തിൽ കേസൊക്കെ നടന്ന് വിജയിച്ച് വരുമ്പം ഒരാൾ പറഞ്ഞ് ശരി, ഒരാൾ പറഞ്ഞ് തെറ്റ്. അപ്പം ശരി പറഞ്ഞ ആൾക്ക് ഫീസ് മേടിച്ചു, അയാൾക്കും GST മേടിച്ചു. തെറ്റ് പറഞ്ഞ ആൾക്കും ഫീസ് വാങ്ങിച്ചു, അയാളിൽ നിന്നും GST മേടിച്ചു. അപ്പോൾ അതിലൊരു എന്താണ് ഒരു ചേർച്ചക്കുറവില്ലേ? അത് സത്യത്തിൽ ന്യായമല്ല. അതുകൊണ്ട് അവിടെയും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കോർട്ടിലോ ട്രൈബ്യൂണലിലോ കിട്ടുന്ന സർവീസിന് നമ്മൾ അടയ്ക്കുന്ന പൈസയ്ക്ക് അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല, ആ സർവീസിന് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവിടെയും GST മേടിക്കേണ്ട കാര്യം ഇല്ല. അടുത്ത സെയിൽ ഓഫ് ലാൻഡ് ഓർ ബിൽഡിംഗ്. സെയിൽ ഓഫ് ലാൻഡ് ഓർ ബിൽഡിംഗ് നമുക്ക് നേരത്തെ അറിയാലേ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. റെന്റിനോ ലീസിനോ കൊടുത്താൽ നമ്മൾ സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇവിടെ റെന്റിനോ ലീസിനോ അല്ല, സർവീസോ ലാൻഡോ ബിൽഡിംഗോ നമ്മൾ സെയിൽ ചെയ്യുക, അവിടെ GST ഇല്ല. പക്ഷേ എവിടെ വരും? നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ അവിടെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മളിപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ലാൻഡോ ബിൽഡിങ്ങോ വിറ്റ് കഴിഞ്ഞാൽ വരത്തില്ല. അടുത്ത ആക്ഷനബിൾ ക്ലെയിം അതർ ദാൻ ബെറ്റിംഗ് ഗാംബ്ലിംഗ് ഓർ ലോട്ടറി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഗുഡ്സിൻ്റെ ഡെഫിനേഷനകത്ത് ആക്ഷനബിൾ ക്ലെയിം ആയിട്ടുള്ള ബെറ്റിങ്ങും ഗാംബ്ലിങ്ങും ലോട്ടറിയും വരും. ഇവിടെ ഈ ബെറ്റിങ്ങും ഗാംബ്ലിങ്ങും ലോട്ടറി അല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങളെ ഒന്നും നിങ്ങൾ എന്തായിട്ട് കണക്കാക്കേണ്ട, ഒരു സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട. കാരണം ഗവൺമെൻറ് തന്നെ പ്രൊമോട്ട് ചെയ്യുകയാണ്, നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തോ, ഞങ്ങൾ നിങ്ങളുടെ നിന്ന് ടാക്സ് മേടിച്ചോളാം. അപ്പോൾ ഈ കള്ളത്തരങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം? അവർക്ക് അവകാശപ്പെട്ടുകൂടെ, ഞങ്ങൾ ടാക്സ് അടച്ചിട്ടാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് ലീഗലായി മാറിയില്ലേ? അപ്പോൾ അതാണ് ഗവൺമെൻറ് പറയുന്നത്, ബെറ്റിങ് ഗാംബ്ലിങ് ലോട്ടറി ഇപ്പോൾ നടത്തുന്നത് നമ്മുടെ ഗവൺമെൻറ് തന്നെ, വേറെ ആർക്കും ലോട്ടറി നടത്താനുള്ള അധികാരമില്ല. ഗാംബ്ലിങ് ചില രാജ്യങ്ങളിൽ രാജ്യങ്ങളല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചില സംസ്ഥാനങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഈ ബെറ്റിങ്ങും ഗാംബ്ലിങ്ങും ലീഗലി അലൗഡാണ്. അപ്പോൾ അവിടുത്തെ സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള ആക്ഷനബിൾ ക്ലെയിംസ് ഒന്നും സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, അവിടെ GST ഈടാക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ലീഗൽ ആക്ടിവിറ്റി ആണ്, നിങ്ങൾ ആരും ചെയ്യരുത് എന്നാണ് പറയുന്നത്. അടുത്തൊക്കെ സർവീസ് ബൈ ഫ്യൂണറൽ ബെറിയൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡിസീസ്ഡ് പേഴ്സൺ. അതായത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നിടം വരെയും ടാക്സ് അടച്ചുകൊണ്ടിരിക്കുക, ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സും. കടയിൽ പോയി ഒരു 10 രൂപയുടെ മിച്ചർ വാങ്ങിയാൽ പോലും നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഗവൺമെൻറ് നമുക്കൊരു ഇളവ് തന്നു, നിങ്ങൾ മരിക്കുകയാണെങ്കിൽ, നിങ്ങൾ മരിച്ചു, ഫ്യൂണറൽ മരണാനന്തര ചടങ്ങുകൾ നടത്തി, ബെറിയൽ അല്ലെങ്കിൽ നിങ്ങൾ ഡിസീസ്ഡ് പേഴ്സൺ ആംബുലൻസിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ അടയ്ക്കേണ്ട കാര്യമില്ല, GST അടയ്ക്കേണ്ട കാര്യമില്ല, അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, സപ്ലൈ ഓഫ് ഗുഡ്സ് ഫ്രം എ പ്ലേസ് ഇൻ നോൺ ടാക്സബിൾ ടെറിട്ടറി ടു അതർ നോൺ ടാക്സബിൾ ടെറിട്ടറി വിത്തൗട്ട് എൻട്രിങ് ടു ഇന്ത്യ. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫോറിനിൽ നിന്ന് ഒരു UK കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, UK വിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗുഡ്സ് ഇന്ത്യയിലേക്ക് പർച്ചേസ് ചെയ്തു. അത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ട്രാൻസിറ്റിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു ദുബായിലുള്ള ഒരാൾ പറഞ്ഞു എനിക്ക് ആ ഗുഡ്സ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ UK എന്ന സാധനം ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഈ സാധനം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തോ, അങ്ങോട്ട് കൊടുത്താൽ മതി, എനിക്ക് തരണ്ടാന്ന്. അപ്പം ഇന്ത്യയിൽ എത്തിയോ സാധനം? ഇല്ല, ഇന്ത്യയുടെ ടെറിട്ടറിയിൽ എത്തിയിട്ടില്ല. നമ്മൾ പർച്ചേസ് ചെയ്ത് എവിടുന്ന് വേണ്ടിയിട്ടാണ്? ഒരു നോൺ ടാക്സബിൾ ടെറിട്ടറി, നമ്മുടെ ഇന്ത്യയിലല്ല, പുറത്തുള്ള ഒരു ടെറിട്ടറിയിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അതിന് നേരെ പുറത്തുള്ള വേറൊരു ടെറിട്ടറിയിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ്പോർട്ട് ചെയ്തു, വിത്തൗട്ട് എൻട്രിങ് ടു ഇന്ത്യയിൽ എൻ്റർ ചെയ്യാതെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട എന്നാണ് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ എത്തിയെങ്കിൽ നമുക്ക് മേടിക്കാം അല്ലേ, ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടോ? ഇന്ത്യയിൽ എത്തിയിട്ടില്ല, അതുകൊണ്ട് നമ്മളത് വാങ്ങിക്കേണ്ടതെന്ന് നമ്മുടെ ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി 8ാം സ്ഥാനത്ത് നോക്കിയേ, സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ ദ പേഴ്സൺ ടു അനദർ പേഴ്സൺ ബൈ എൻഡോഴ്സ്മെൻറ്റ് ഓഫ് ഡോക്യുമെൻറ്റ് ഓഫ് ടൈറ്റിൽ ടു ദ ഗുഡ്സ് ആഫ്റ്റർ ദ ഗുഡ്സ് ഹാസ് ബീൻ ഡിസ്പാച്ച്ഡ് ഫ്രം ദ പാർട്ട് ഓഫ് ഒറിജിൻ ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് ബിഫോർ ക്ലിയറൻസ് ഓഫ് ഹോം കൺസംഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ വരുന്ന കാര്യമാണ്. അതായത് നേരത്തെ ആണെങ്കിൽ നമ്മൾ ആ ഗുഡ്സ് നേരിട്ട് അമേരിക്കയിൽ നിന്ന് അമേരിക്കയിലെ ലണ്ടനിൽ UK പർച്ചേസ് ചെയ്തിട്ട് നേരിട്ട് ദുബായിൽ കൊടുത്തു അല്ലേ. അപ്പോൾ ആ സാധനം ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് ഔട്ട്സൈഡ് ഇന്ത്യയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ,
ഇനി സങ്കല്പിക്കുക നമ്മൾ മേടിച്ച UK നിന്ന് വാങ്ങിയ സാധനം ഡിസ്പാച്ച് ചെയ്തു. നമ്മൾ UK നിന്ന് വാങ്ങിയ സാധനം ഡിസ്പാച്ച് ചെയ്തു. അത് ഓൾറെഡി ഇൻ ട്രാൻസിറ്റ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ എന്നോട് ഒരാൾ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരാൾ വന്നിട്ട് പറയുക എനിക്ക് കുറച്ച് ഗുഡ്സ് വേണമെന്ന്. അപ്പോൾ ഞാൻ പറയുകയാണ് ഓക്കെ, ഒരു കാര്യം ചെയ്യും, ഈ സാധനം നേരിട്ട് എവിടെ വരും? കസ്റ്റംസിൽ വരും, പോർട്ടിൽ വരും. നിങ്ങൾ പോർട്ടിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആ സാധനം അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഇൻവോയ്സ് അയച്ചു തരത്തില്ലേ? ആ ഇൻവോയ്സിന് നമ്മൾ നേരത്തെ ഇവിടെ പറയുന്ന പേരാണ് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ. ആ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ നമ്മൾ മറ്റാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു. കൺസിഡറേഷൻ മേടിച്ചാണ്, പൈസ വാങ്ങിക്കാണും. അയാൾ ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിലും കൊണ്ട് നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലിയറൻസ് ഹൗസ് ആയിട്ടുള്ള കസ്റ്റംസിൻ്റെ അവിടെ ചെല്ലുക. അപ്പോൾ അവർ കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും, ഈ IGST പേ ചെയ്യേണ്ടി വരും. പേ ചെയ്ത് അവരത് എടുത്തോട്ടെ. അപ്പം ഇവിടെ പിന്നെയും നമ്മൾ എന്താക്കേണ്ട കാര്യമില്ല, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്ത് പിന്നെയും GST മേടിക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി അയാൾ അവിടെ മേടിച്ചോളും. ഒന്നും കൂടെ പറയാം, നമ്മൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് വാങ്ങിയൊരു ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ ആ ടൈറ്റിൽ ഡോക്യുമെൻ്റ് ഉണ്ട്. നമ്മൾ ആ ടൈറ്റിൽ ഡോക്യുമെൻ്റ് മറ്റൊരാൾക്ക് വിറ്റു, അതായത് ആ ഗുഡ്സ് മറ്റൊരാൾക്ക് വിറ്റു. ടൈറ്റിൽ ഡോക്യുമെൻ്റ് അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു. അയാൾ നേരെ ക്ലിയറൻസ് ഹൗസിൽ ചെന്നിട്ട്, അതായത് നമ്മുടെ കസ്റ്റംസിലാണെങ്കിൽ കസ്റ്റംസിൽ, ഷിപ്പ് യാർഡ് എവിടെയാണ് പോർട്ടിലാന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് ആ സാധനം കളക്ട് ചെയ്തു. പുറത്തുനിന്ന് വന്ന സാധനം കൊണ്ട് അയാൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്താണ്, പിന്നെ IGST കൊടുക്കണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, IGSTയും കൊടുത്താണ്. അപ്പോൾ ഓൾറെഡി അയാൾ ടാക്സ് അടച്ച് അവിടെ മേടിച്ചോളും. നമ്മൾ അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്ത് അതിൽ GST മേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? 8 പോയിന്റ്, നെഗറ്റീവ് ലിസ്റ്റിലുള്ള 8 പോയിന്റ് മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. ഒന്നാമതായിട്ട് ഒന്ന് എംപ്ലോയർ റിലേഷൻഷിപ്പ്, അതായത് നമുക്ക് സാലറി കിട്ടി, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, GST മേടിക്കേണ്ട. ഇനി ആ സാലറിയുടെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ MLA MP ഇവർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സാലറി മേടിക്കേണ്ട കാര്യമില്ല. അടുത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക്, അതായത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇങ്ങനെയുള്ളവർക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട? GST ട്രീറ്റ് ചെയ്യേണ്ട, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, GST മേടിക്കേണ്ട കാര്യമില്ല. അടുത്ത ഗവൺമെൻറ്റിൻ്റെ തന്നെ ഏതെങ്കിലും ബോർഡുകളിൽ തലപ്പത്തിരിക്കുന്ന ചെയർമാനോ ഡയറക്ടറോ ഇവർക്ക് കിട്ടുന്ന സർവീസുകൾ നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, അതിൽ GST മേടിക്കേണ്ട കാര്യം ഇല്ല. കോർട്ട് ഫീസ് അല്ലെങ്കിൽ കോർട്ടോ ട്രൈബ്യൂണലോ തരുന്ന സർവീസിനെ നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, അവിടെയും മേടിക്കേണ്ട കാര്യമില്ല. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് സെയിൽ ചെയ്തു, ആക്ഷനബിൾ ക്ലെയിം അതർ ദാൻ ബെറ്റിംഗ്, ഗാംബ്ലിംഗ് ആൻഡ് ലോട്ടറി, ബെറ്റിംഗും ഗാംബ്ലിംഗും ലോട്ടറി ഒഴികെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അതിൽ GST ഇല്ല, ആ സാധനം ഇല്ലീഗൽ ആണെന്നാണ് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നമ്മൾ മരിക്കുമ്പോൾ, ബറിയൽ നടത്തുമ്പോൾ, ഡിസീസ്ഡ് പേഴ്സൺ ആംബുലൻസിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് GST മേടിക്കേണ്ട കാര്യം ഇല്ല. അടുത്ത ഇന്ത്യക്ക് പുറത്തുള്ള സാധനം ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഇന്ത്യക്ക് പുറത്ത് തന്നെ വിറ്റു. നമ്മൾ പുറത്തുനിന്ന്, അതായത് UK നിന്ന് മേടിച്ച സാധനം ദുബായിൽ വിറ്റു, ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് നോൺ ടാക്സബിൾ ടെറിട്ടറിയിൽ നിന്ന് മേടിച്ചു. വിത്തൗട്ട് എൻറ്ററിങ് ടു ഇന്ത്യ നമ്മൾ വേറെ നോൺ ടാക്സബിൾ ടെറിട്ടറിയിലേക്ക് വിറ്റു. അതിന് നമ്മൾ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇല്ല. അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഒരു പുറത്തുനിന്ന് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് ഒരു സാധനം മേടിച്ചു, ഡിസ്പാച്ച് ചെയ്തു. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ടൈറ്റിൽ ഡോക്യുമെൻ്റ് ഉണ്ട്, ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ഉണ്ട്. ആ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ നമ്മൾ മറ്റൊരാൾക്ക് വിറ്റു, അതായത് ഗുഡ്സ് നമ്മൾ മറ്റൊരാൾക്ക് വിറ്റു. അയാൾ ക്ലിയറിംഗ് ഹൗസിൽ പോയി ടാക്സ് അടച്ച സാധനം മേടിച്ചോളും. നമ്മളതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്ത് GST മേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഷെഡ്യൂൾ 3 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 കാര്യമാണ് നമ്മളിന്ന് പഠിച്ചത് അല്ലേ? എന്തൊക്കെയാണ്? ഷെഡ്യൂൾ 1 എന്തൊക്കെയാണ്? ഷെഡ്യൂൾ 1 എന്തായിരുന്നു വരുന്നത്? നമ്മൾ നേരത്തെ ഷെഡ്യൂൾ 1 വരുന്ന കാര്യം എന്താ? കൺസിഡറേഷൻ ഇല്ലാതെ നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കുറേ ഐറ്റംസ്, ഒരു 4 ഐറ്റമാണ് ഷെഡ്യൂൾ 1 വരുന്നത്. അത് നമ്മൾ പഠിച്ചു, അതിന് കുറേ എക്സാമ്പിൾ നമ്മൾ നോക്കി. ഇനി ഷെഡ്യൂൾ 2 വരുന്ന കാര്യം എന്തായിരുന്നു? സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ, സപ്ലൈ ഓഫ് സർവീസ് ആണോ? ആ കാര്യമാണ് ഷെഡ്യൂൾ 2 വരുന്നത്. അത് നമ്മൾ ഈസി ആയിട്ട് പഠിച്ചു. എന്ത്? ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്താൽ അതെന്താണ്? സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ടൈറ്റിൽ അല്ല, യൂസ് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആണ്. അതും പഠിച്ചു. ഷെഡ്യൂൾ 3 നെഗറ്റീവ് ലിസ്റ്റ്. ഈ താഴെ പറയുന്ന 8 ഐറ്റം നമ്മൾ എന്ത് ചെയ്യത്തില്ല? ടാക്സ് ചെയ്യത്തില്ല, അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടേ വേണ്ട. പഠിച്ചു. എന്താണ്? സാലറി, പിന്നെ സാലറി, കോർട്ടോ ട്രൈബ്യൂണലോ തരുന്ന സർവീസ്, ലാൻഡ് വിൽക്കുന്നു, ആക്ഷനബിൾ ക്ലെയിം അതർ ദാൻ ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, അടുത്ത ഫ്യൂണറൽ അല്ലെങ്കിൽ ബെറിയൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അടുത്ത നോൺ ടാക്സബിൾ ടെറിട്ടറിയിൽ നിന്ന് പിന്നെ നോൺ ടാക്സബിൾ ടെറിട്ടറിയിലോട്ട് നമ്മൾ സാധനം വിറ്റു, അപ്പോഴും വേണ്ട. ഇനി നമ്മൾ ഡിസ്പാച്ച് ചെയ്ത സാധനം നമ്മുടെ ട്രാൻസ്ഫർ ഡോക്യുമെന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ വേറൊരാൾക്ക് വിറ്റു, അയാൾ കസ്റ്റംസ് ഹൗസിൽ പോയി സാധനം മേടിച്ചോളാം, നമ്മൾ പിന്നെ അവിടെ GST ഈടാക്കേണ്ട കാര്യം ഇല്ല. ഇതാണ് ഷെഡ്യൂൾ 1, 2, 3. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ ഈ വീഡിയോസ് പെൻഡിങ് വെക്കാതെ ഒരു ദിവസം ഇടുന്ന വീഡിയോയ്ക്ക് ഏതെങ്കിലും 1 മണിക്കൂർ താഴെ അല്ലെങ്കിൽ 3/4 മണിക്കൂർ, അരമണിക്കൂറിനിടയിൽ മാത്രമേ ലെങ്ത് കാണൂ. നിങ്ങൾ ആ സാധനം പെൻഡിങ്ങിലിടാതെ അതായത് ആ വീഡിയോസ് നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഷുവറായിട്ട് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും സജഷൻസ് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.